മക്കളെ, വെൽക്കം ടു യുവർ മാത്സ് ലാബ്. നമ്മുടെ +1 +2 മാത്സിന്റെ ലാബ് പ്രാക്ടിക്കൽ എക്സാമിലെ 1 2 3 4 എന്നുള്ള 4 നമ്മൾ ആക്ടിവിറ്റിയും അതേപോലെ PYQs മൊത്തമായിട്ട് ചെയ്യാമെന്നാണ് മക്കളെ. അപ്പോൾ ആദ്യത്തെ 4 നിങ്ങൾ കുറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതന്നെ ആദ്യം തന്നെ ഞാൻ 1 2 3 4 നമ്മൾ മൊത്തത്തിൽ തീർക്കുന്നതായിരിക്കും. ബാക്കി ലാബ് ആക്ടിവിറ്റീസ് വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, വേഗം തന്നെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇത് 1 2 3 4 എന്ന് പറയുമ്പോൾ വാല്യൂ ഓഫ് ഫംഗ്ഷൻ, ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്, ഡൊമെയിൻ, റേഞ്ച്, ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്, ഇതിനെല്ലാവരും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലാബ് മാനുവലിൽ മൊത്തം തീർക്കുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എന്തൊക്കെയാണെന്നുള്ള ഞാൻ ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇനി വേണ്ട ലാബ് ആക്ടിവിറ്റീസ് ചെയ്താന്ന് ലാബ് നമ്പർ അടക്കം കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ മക്കളെ, നിങ്ങൾക്ക് സയൻസിൻ്റെ ആയിക്കോട്ടെ എല്ലാം നിങ്ങൾ ലാബ് ആക്ടിവിറ്റീസ് ഫുൾ കാര്യങ്ങൾ പ്രാക്ടിക്കൽസ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ക്രാഷ് ബാച്ചിൽ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ലൈവും റിവിഷനും ഫുൾ കാര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, താഴത്തേക്ക് കോൺടാക്ട് ചെയ്ത് ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്. ഓക്കെ, റെഡി? അപ്പോൾ നിങ്ങൾ ലാബ് 0 കണ്ടു എന്ന് ഉറപ്പ് ചെയ്താൽ ലാബ് 0ൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ബാച്ച് ജോയിൻ എന്താ നമ്പർ കേട്ടോ. നിങ്ങൾക്ക് 8 ക്വസ്റ്റ്യൻ തരും. ഓക്കെ, 8 ക്വസ്റ്റ്യൻ്റെ നിങ്ങൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരിക. 6 ക്വസ്റ്റ്യൻ തരും. നിങ്ങൾക്ക് 4 ആൻസർ ചെയ്താൽ മതി. +1 പറഞ്ഞാൽ +2 മിനിമം വേണം. ബേസിക്കലി എല്ലാം +1 ആവരുത്, എല്ലാം +2 ആവരുത്. അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ലാബ് 0യിലും അതിൻ്റെ ബേസിക്സിൽ പറഞ്ഞു. ഈ ലാബ് 1 എന്ന് പറയുന്നത് മക്കളെ വാല്യൂ ഓഫ് ഫംഗ്ഷൻസ്. ഓക്കെ, ബേസിക്കലി നിങ്ങളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുക, ചെറുതായിട്ട് മാറ്റുക എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ പറഞ്ഞില്ല. ആക്ടിവിറ്റി 1.1 1.2 1.3 അതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഈ പ്രീവിയസ് ഇയർ 2024 വന്ന് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യും. 2023 ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ വേഗം ചെയ്തു പോകുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നു. ഒബ്വിയസ്ലി ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ കൺട്രോൾ എം വെക്കുന്നു, നമ്മൾ സെൻറ്റർ ആക്കുന്നു. ടൂൾസ് ഒക്കെ എല്ലാവർക്കും അറിയാം, മെനു ബാർ എല്ലാവർക്കും അറിയാം. ഇവിടെ ഇൻപുട്ട്, ഇവിടെയാണ് അതിൻ്റെ കോഡുകൾ വരിക, എന്താണ് നമ്മുടെ ഗ്രാഫുകൾ വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് f(x) = x². അപ്പോൾ x² വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, x⁻². ഓക്കെ, x⁻² വരച്ചു. ഓക്കെ, അതൊന്ന് എൻ്റർ അടിക്കുക. അപ്പോൾ അവിടേക്ക് വന്നു. ഓക്കെ, അവിടെ എത്തി. ഓക്കെ, സംഭവം എത്തി. ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ. ഓക്കെ, നമ്പർ സ്ലൈഡർ ആണ് വിത്ത് ഇൻക്രിമെൻറ്റ് 0.01. ഓക്കെ, സ്ലൈഡർ എവിടെയാണ് മക്കളെ? ഇതിലൊന്നുമല്ല, ഏറ്റവും അവസാനത്തിലേക്ക് പോവുക, സ്ലൈഡർ നെക്കുക. സ്ലൈഡർ നെക്കിയോണ്ട് കാര്യമില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തണം. അതുകൊണ്ട് നെക്കിക്കുക. നമ്പറാണ് ഇവിടെ. സ്ലൈഡറിൻ്റെ പേര് നമുക്ക് എന്താ കൊടുക്കേണ്ടത്? ഇവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്ലൈഡർ A ആണെന്ന് പറഞ്ഞു. ഓക്കെ, A ആണ് കൊടുക്കുന്നത്, സ്മോൾ ലെറ്റർ. നമ്പറാണ്, മിനിമം മാക്സിമം അവർ പറഞ്ഞിട്ടില്ല, ഒന്നും കൊടുക്കണ്ട. ഇൻക്രിമെൻറ്റ് 0.01. ഓക്കെ, അത് കൊടുത്ത് എൻ്റർ കൊടുക്കുക. ആ സ്ലൈഡർ എടുത്തി. ഓക്കെ, അതാണ് സ്ലൈഡർ കിട്ടി. ഇനി പ്ലോട്ട് ദ പോയിൻറ്റ്സ്. ഈ പോയിന്റുകളൊക്കെ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഗിവൺ ഇൻപുട്സ് ലൈക്ക് A = ഓക്കെ, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. A = ബ്രാക്കറ്റിൽ A,0, B = A,F, C എന്ന് പറയുമ്പോൾ അതിൻ്റെ X കോർഡിനേറ്റ് Y കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പോയിന്റിലേക്ക് പോയിന്. അല്ല, നമുക്ക് വേണ്ട ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാർക്ക് ചെയ്യുന്നത്, ഇവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത് ക്യാപിറ്റൽ A = ബ്രാക്കറ്റ് ഇടുന്നു. A,0 എന്നാന്ന് തോന്നുന്നു അല്ലേ? A,0 നോട്ടെ. A,0. B എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ പിന്നെ ടൈപ്പ് ചെയ്തോ. B എന്ന് പറയുമ്പം 0, ആയിരുന്നോ? അല്ല, A,F(A). അപ്പോൾ ബേസിക്കലി ആ ഫംഗ്ഷൻ്റെ X കോർഡിനേറ്റും Y കോർഡിനേറ്റും ആയിക്കോളും. ദൂരെ ഒന്നും കാണുന്നില്ല, കുറച്ച് ദൂരെയാണ്. ഓക്കെ, വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കിട്ടി. ആൻഡ് C എന്ന് പറയുമ്പം മിക്കവാറും അതിൻ്റെ Y കോർഡിനേറ്റ് മാത്രമേ 0, F(A). ഓക്കെ, ഒരു ബ്രാക്കറ്റ് കൂടി പോയി. ഓക്കെ, റെഡി. അപ്പോൾ എയും ബിയും സി നമ്മൾ നോട്ട് ചെയ്തു. ഡ്രോ ദ ലൈൻ സെഗ്മെൻറ്റ്സ് AB ആൻഡ് BC യൂസിങ് ലൈൻ സെഗ്മെൻറ്റ് ടൂൾ. ലൈൻ സെഗ്മെൻറ്റ് ടൂൾ എവിടെ വരിക മക്കളെ? ഇതിലൊന്നുമില്ല, ഇവിടെ ലൈനിൽ വരും. അതിൻ്റെ താഴെ നെക്കുക, ഒന്നും കൂടി വയ്ക്കുക, ലൈൻ സെഗ്മെൻറ്റ് വരും. അപ്പോൾ നമ്മൾ ആദ്യം AB കണക്ട് ചെയ്യുക, Aയിൽ നിന്ന് Bയിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കൺട്രോളും ++ നിൽക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ലൈൻ സെഗ്മെൻറ്റ് ടൂൾ Bയിൽ നിന്ന് Cയിലേക്ക് BC കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ Gയും H എന്നുള്ള ലൈൻ സെഗ്മെൻറ്റ്സായി. അത് നമുക്ക് ഓഫ് ആക്കണേലും ഓൺ ആക്കണേലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, സ്ലൈഡർ മാറുന്നതിനനുസരിച്ച് മക്കളെ Aയും A² കിട്ടും കേട്ടോ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് -5 5ലേക്ക് ഇങ്ങനെ ആക്കാം. ഓക്കെ, സംഭവം നിങ്ങൾ ക്ലിയർ ആണല്ലോ? ഇത്രയുള്ള നമുക്ക് ഇത്രയും ചെയ്ത്, ഇതാണ് ബേസിക്. നിങ്ങൾ ഓവർ അതിനെപ്പറ്റി ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യം, ഇതൊക്കെ ചെയ്യാൻ മനസ്സിലാക്കാം. ഓക്കെ, ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് A B C. ഓക്കെ, കോർഡിനേറ്റ്സ് ഓഫ് മക്കളെ Aയും Bയും Cൻ്റെ അതിൽ ഇപ്പോൾ കോർഡിനേറ്റ്സ് ഒന്നും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ A നിൽക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിലേക്ക് പോകും. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ആ ഇതുണ്ട് ഇവിടെ താഴെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഒന്ന് സ്ക്രീൻ മേലേക്ക് ആക്കണം, ഇനി നിങ്ങൾക്ക് കാണും. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഇല്ല, ഞാൻ ഒന്നും കൂടി മേലേക്ക് ആക്കണം സ്ക്രീൻ. ഓക്കെ, ഒരു സെക്കൻഡ്. ഇനി നിങ്ങൾക്ക് കാണാം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് കേൾക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അതിൻ്റെ ലേബലും കൂടി ഓണാക്കണം അല്ലേ? ലേബലിൽ എവിടെ വരിക നോക്കിയാൽ സി, നമുക്ക് എന്താ ഷോ ലേബിൾ. നെയിം മാത്രമല്ല, നമുക്ക് നെയിം ആൻഡ് വാല്യൂ വേണം. കോർഡിനേറ്റ്സ് വേണമല്ലോ, അതിൻ്റെ വാല്യൂ വേണം. ഇത് മാത്രമല്ല, നമുക്ക് ഇതിലേക്ക് വരാം, ബിയിലേക്ക് വരാം. ബിയിലേക്ക് ഞാൻ നെയിം ആൻഡ് വാല്യൂ നിൽക്കുന്നു, സിയിലേക്ക് നെയിം ആൻഡ് വാല്യൂ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ വാല്യൂ കൂടി റൈറ്റ് ക്ലിക്ക് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, അപ്പോൾ എനിക്ക് അതിൻ്റെ കോർഡിനേറ്റ്സും കിട്ടി. ഓക്കെ,
ഇനി എന്താണ് വേണ്ടത്? നൗ ഡ്രാഗ് ദ പോയിന്റ് എ അലോങ് ദി എക്സ് ആക്സിസ്. അപ്പോൾ നമുക്കൊന്നെങ്കിൽ എ ഇങ്ങനെ വലിക്കാം, എ ഇങ്ങനെ ഡിസ്കു എന്ന് വലിക്കാം. അല്ലെങ്കിൽ എന്താണ്, ഓർ യൂസ് എ സ്ലൈഡർ, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ദി സ്ലൈഡർ ആൻഡ് ചേഞ്ച് ദി വാല്യൂ ഓഫ് എ ഒബ്സർവ്. അപ്പോൾ നമ്മൾ ഇവിടെ എ 0 കൊടുക്കുമ്പോൾ ഇങ്ങനെ എയും 0 സ്ക്വയറും, 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ, 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ, ഇങ്ങനെ കൂടി വരും. എയും ബിയും സിയും മാറുന്ന കാണാൻ പറ്റും. എത്രയുള്ള സംഭവം നിങ്ങൾ കണ്ടിങ്ങനെ ഇരുന്നോ. അപ്പം യൂസിങ് ദിസ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് 2.3 സ്ക്വയർ. മക്കളെ നമ്മളിപ്പോൾ സ്ക്വയർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്കിവിടെ എയിൽ ശരിക്കും പറഞ്ഞാൽ 2.3 കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എ വലിച്ച് 2.3 കഷ്ടപ്പെട്ട് കൊടുക്കാം. ഇപ്പോൾ 1.7, 1.2 അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ബുദ്ധിപൂർവ്വം ഒരു ഇൻപുട്ട് ബോക്സ് എടുക്കുക. എവിടെ ഇൻപുട്ട് ബോക്സ് എടുക്കുക. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെന്താ വാല്യൂ ഓഫ് എ എന്ന് വല്ലതും കൊടുക്കുക. ഓക്കെ, വാല്യൂ ഓഫ് എ എന്ത് വേണ്ട, ക്യാപ്ഷനിൽ എന്ത് വേണ്ട ടൈപ്പ് ചെയ്ത കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ആർക്കാണ് ലിങ്ക് ചെയ്യേണ്ടത്? നമ്മൾ എന് ലിങ്ക് ചെയ്യണം കേട്ടോ. സ്മോൾ ലെറ്റർ ഇവന് ലിങ്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി ടൈപ്പ് ചെയ്യാം. എന്താണ് 2.3? ഓക്കെ, 2.3. അപ്പോൾ 2.3 എ ആയി, നമ്മുടെ ഗ്രാഫിൽ എൽ ആയി. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ 2.3 ആകുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ കണ്ടുപിടിക്കും. നിങ്ങളെ 2.3 ആകുമ്പോൾ എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇവിടെ 5.29. അപ്പോൾ 5.29 എഴുതി വെച്ചോ, -1.8. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2.3 ഇവിടെ എക്സൽ ആണെങ്കിൽ വൈയിൽ 5.2, അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നോക്കിയാൽ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ നോക്കി ബി എന്ന് പറയുമ്പോൾ എ, എഫ് ഓഫ് 5.2. ഇനി എന്താണ് വേണ്ടത്? -1.8. -1.8 ഞാൻ നെക്കിയത് ശരിയായില്ല, ഡബിൾ ക്ലിക്ക് ചെയ്യണം. -1.8. -1.8ൻ്റെ സ്ക്വയർ എന്താണ് മക്കളെ? 3.24. ഓക്കെ, അതേപോലെ 0.9ഉം 2.9 ഇഷ്ടമുള്ള കണ്ടുപിടിച്ചോ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സേവ് ദിസ് ഫയൽ ആസ് ആക്ടിവിറ്റി 1.9. അപ്പോൾ സേവ് ദിസ് ഫയൽ ആസ്, അപ്പോൾ സേവ് വെറുതെ കൊടുക്കുക, സേവ് ആസ് കൊടുക്കുക. നിങ്ങൾ എന്താണ് ആക്ടിവിറ്റി 1.1 എന്നോ 1.1 കൊടുക്കുമ്പോൾ കുഴപ്പമില്ല, 1.1 സേവ് ആസ് കൊടുക്കുക. ഓക്കെ, 1.1 കൊടുത്ത് ഇത്രയുള്ള സംഭവം പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ബേസിക് ഷോ ലേബൽ നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് വാല്യൂ 1.2 പെട്ടെന്ന് ചെയ്യാം. കാരണം ഇതിലൊക്കെ നിങ്ങൾ എക്സാമിന് പെട്ടെന്ന് അങ്ങ് ചെയ്യുക, തന്നിരിക്കുന്ന കാര്യം ചെയ്യുക, വേറെ ഒന്നും എക്സ്ട്രാ ചെയ്യണം. ഓക്കെ, ഓപ്പൺ ദ ഫയൽ ആക്ടിവിറ്റി 1.1. അത് ഓൾറെഡി ഓപ്പൺ ആണ്, ബ്യൂട്ടിഫുൾ. സേവ് ആസ് ആക്ടിവിറ്റി 1.2. അവനെ Ctrl+Shift+S ഇതിൽ വർക്ക് ചെയ്യില്ല കേട്ടോ, സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ഫയൽ സേവ് ആസ് ആക്ടിവിറ്റി 1.1 സേവ് ആസ് കൊടുത്തുകൊണ്ട് എനിക്ക് 1.2 എന്നായിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ സേവ് ചെയ്താൽ എപ്പോഴും ലാസ്റ്റ് സേവ് ആസ് കൊടുത്താൽ ഈ 1. വെറുതെ സേവ് ചെയ്യണമെങ്കിൽ 1.2ൻ്റെ മേലെ സേവ് ആവും കേട്ടോ. ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സ് ഫോർ എഫ്, ചേഞ്ച് ദ ഫംഗ്ഷൻ യൂസിങ്. ഓക്കെ, ഇനി നമുക്ക് ഇൻപുട്ട് ബോക്സ് ഓഫ് എ ഉണ്ട്, അത് നമ്മൾ ഉണ്ടാക്കിയത് നമുക്ക് ഇഷ്ടമുള്ള പോലെ. അപ്പോൾ അതിന് വേറെ നമ്മൾ ഒരു ഇൻപുട്ട് ബോക്സ് കൂടി ഉണ്ടാക്കണം. ഇൻപുട്ട് ബോക്സ് ഇവിടെ കൊടുക്കാം. നമുക്ക് എന്താണ് എഫ് എന്ന് കൊടുക്കുക. ഇവിടെ പേര് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബോക്സ് ഫോർ എ. അപ്പോൾ നമുക്ക് ക്യാപ്ഷൻ നമുക്ക് എന്താണ് ഫംഗ്ഷൻ എന്നെല്ലാം കൊടുക്കാം. വെറുതെ ഇഷ്ടമുള്ള കൊടുത്തു, കുഴപ്പമൊന്നുമില്ല. ടീച്ചർ പറയുന്ന പോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എന്തിനാണ് കൊടുക്കേണ്ടത്? എഫ് ഓഫ് എക്സിന്. ഓക്കെ, എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്കിനി ഫംഗ്ഷൻ മാറ്റി കളിക്കാം. ഓക്കെ, എന്നിട്ട് എന്താണ് പറയുക? ചേഞ്ച് ദ ഫംഗ്ഷൻ. ഓക്കെ, ഇൻപുട്ട് ബോക്സ് എടുക്കുക, ഗ്രാഫിക്സ് കൊടുക്കുക, സി ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ എന്ന് കൊടുക്കാനാണ് ശരിക്കും പറഞ്ഞത്. ഓക്കെ, ഞാനിവിടെ എഫ് എന്നിട്ട് നിങ്ങൾ വേണം ഫംഗ്ഷൻ എന്ന് കൊടുത്തു കേട്ടോ. എനിക്കൊന്ന് ഇവിടെ മാറ്റാൻ പറ്റും, റീനെയിം കൊടുക്കുക. ഇൻപുട്ട് ബോക്സ് 2 അല്ലേ ശരിക്കും പറഞ്ഞാൽ, അത് മാറ്റേണ്ട ആവശ്യം. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്തോ. ഓക്കെ, അത്രയും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പോവുക, ഒന്നുകൂടി ഇൻപുട്ട് ബോക്സ് നിൽക്കുക, ഒരു ഫംഗ്ഷൻ എന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് ഫംഗ്ഷൻ നമ്മൾ കൊടുത്തു. ലിങ്ക് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് സ്ക്വയറിലേക്ക്. ഓക്കെ, എഫ് ഓഫ് എക്സ് അതിലേക്ക്. ഓക്കെ, ഫംഗ്ഷൻ കൊടുത്തു. ബ്ലാബ്ലി ബ്ലൂ ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഇത് കൊടുത്തു. ഓക്കെ, കൊടുത്തു. സിംപ്ലി ക്രിയേറ്റ്. ഇനി എന്താ നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ സൂം ചെയ്യട്ടെ. നിങ്ങൾക്കും കാണാൻ സിമ്പിളാവും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കുന്നത് കുഞ്ഞു കുട്ടികളെ പോലെ നിങ്ങളെ മനസ്സിലാക്കാൻ നോക്കുക. 3⁻⁴. അപ്പം അതാണ് ഒരു എക്സാമ്പിൾ തന്നത്. നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇവിടെ എന്താണ് റൂട്ട് ഓഫ് 1.8. അപ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ടാണ് ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കണം. 2⁻²3. അപ്പോൾ അതൊരു ഫംഗ്ഷൻ എല്ലാം ഫംഗ്ഷൻ ആക്കുക. ഓക്കെ, എന്നിട്ട് ഇൻപുട്ട് കൊടുക്കുക, വാല്യൂ നിങ്ങൾ ടേബിൾ ഫില്ല് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ പോലെ എക്സാമ്പിൾ ആണ്. ഇത് സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് x⁻⁴ SQRT. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് സ്ക്വയർ റൂട്ടാണ് ഫംഗ്ഷൻ, SQRT ബ്രാക്കറ്റ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് സ്ക്വയർ റൂട്ട് ഫംഗ്ഷനിൽ 1.8 ഇടാം. -1.8 1.8. അപ്പോൾ 1.8 ഇട്ടു. 1.8 ഇട്ടുമ്പോൾ എന്താണ് ആൻസർ? സ്ക്വയർ റൂട്ട് 1.34 അല്ലേ? ഇതാണ് ആൻസർ. 1.34 ആണ് 1.8 സ്ക്വയർ റൂട്ട്. അപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് 1.8 എന്താണ് 1.34 എന്നത്. ഇനി എന്താണ് ഫംഗ്ഷൻ? 2/3. പവർ എന്താണ്? 2/3. അപ്പോൾ നമുക്ക് x⁻²3 x⁻²2 ഡിവിഷൻ /3 2/3 x⁻²3 ഇങ്ങനെയാണ് ഫംഗ്ഷൻ. എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയായിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മക്കളെ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇവിടെ മാത്സ് ലാബ് മാത്രമല്ല എന്നറിയാലോ. ഓക്കെ, മാത്സ് മൊത്തം ഞാൻ എടുത്തുതരും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങൾ ഇൻപുട്ടിൽ എന്താ കൊടുക്കേണ്ടത്? 2 ആണ് കൊടുക്കേണ്ടത്. 2 കൊടുത്താൽ അവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇൻപുട്ടിൽ നിങ്ങളിവിടെ വാല്യൂ ഓഫ് 2 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കൊടുത്തു.
2^3 1.59 1.59 താഴെ എഴുതുക. ഈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്, അപ്പോൾ നമ്മൾ എന്താണ് 2 പ്രാവശ്യം SQRT ബ്രാക്കറ്റ് 5 അല്ല സോറി എക്സ് എന്ന് കൊടുക്കണം. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇനി എന്താണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഫോർത്ത് സ്ക്വയർ റൂട്ട് വരും. ഓക്കെ, ഫോർത്ത് പവർ 1/4. ഇനി 5 കൊടുക്കുക, വാല്യൂവിൽ ഫംഗ്ഷനിൽ 5 കൊടുക്കുക. ഓക്കെ, ഇതാണ് 5 ആകുമ്പോൾ 1.5 ആണ് ആൻസർ. കാണാൻ പറ്റുന്നില്ലേ? 5 ആണ് 1.5 കഴിഞ്ഞു. ലാസ്റ്റ് എന്താണ് -3/2. ഓക്കെ, -3/2 ഇതാണ് ഫംഗ്ഷൻ. അതിലെന്താ കൊടുക്കേണ്ടത്? 3.46. ഓക്കെ, 3.46. ഓക്കെ കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം. എന്താ ആൻസർ? 0.16 കഴിഞ്ഞു. ഇനി വീക്കൻ എന്താണ് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ പോയിട്ട് റൗണ്ടിങ് സെറ്റ് ഡെസിമൽ നമ്പേഴ്സ് ഒക്കെ കൊടുക്കാം. എത്ര ഡെസിമൽ വേണമെന്ന് കൊടുക്കാം. അത് പെട്ടിയിലാണ്, നമുക്ക് ആവശ്യമില്ല. നമുക്ക് നോക്കാം. ചേഞ്ച് ദ ഫംഗ്ഷൻ ടു 1/x. ഒബ്സർവ് ഹൗ ദ പോയിന്റ് C മൂവ്സ് ആസ് ദ പോയിന്റ് A approaches origin from either side. ബേസിക്കലി ഇൻഫിനിറ്റിയിലേക്ക് പോകും. നിങ്ങൾ +1 SLCയിലൊക്കെ +1 പഠിച്ചാനാണ്. ഓക്കെ, 1/x ആണ് ഫംഗ്ഷൻ. നോക്കി, ഞാൻ എനെ 0ൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണാം C വലുതായി വരും. നിങ്ങൾക്ക് സീൻ്റെ വാല്യൂ നോക്കണം. ഇവിടെ ഈ 4 ഇപ്പോൾ 4 അല്ലേ? നോക്കിക്കോട്ടെ, ഞാൻ 0ലേക്ക് വരുമ്പോഴത്തേക്കും 1000 കോടികളൊക്കെ അങ്ങനെ അവസാനം ഇൻഫിനിറ്റിയോ. ഇവിടെ എത്തുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക്. ബേസിക്കലി ലിമിറ്റിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സീങ്ങിൻ്റെ വാല്യൂ കുറഞ്ഞ് -1 -2 -3 -4 -5 -6 -7 -4 -5 പിന്നെ ഇങ്ങനെ പെട്ടെന്ന് വലിയ നമ്പറൊക്കെ ഉണ്ടോ, പെട്ടെന്ന് 10 ഒക്കെ അങ്ങനെ പോയിക്കോളും. ഓക്കെ, നിങ്ങളുടെ ഇൻക്രിമെൻറ്റ് കുറച്ചാലും മതി. ബേസിക്കലി അതാണ് ഉദ്ദേശിക്കുന്നത്. ചേഞ്ച് ദ ഫംഗ്ഷൻ ടു ജിഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഫ്ലോർ ഫംഗ്ഷൻ. അപ്പോൾ നമ്മളെന്താ? ഫ്ലോർ ഓഫ് എക്സ്. ഓക്കെ, അതാണ് ജിഫ്. ഇതാണ് ഫ്ലോർ ഓഫ് ഫംഗ്ഷൻ. ആൻഡ് ഒബ്സർവ് ദ മൂവ്മെൻറ്റ് അക്കോർഡിംഗ് ടു എ. ഞാൻ മാറ്റം നോക്കിയാൽ 0 to 1 എപ്പോഴും 0 ആണ് വരിക. 1 എത്തി കഴിഞ്ഞാൽ അപ്പച്ചാടും. അതാണ് ബേസിക്കലി 0 to 0.9999 1 ആയിരിക്കും, 0 ആയിരിക്കും. പിന്നെ 1.99 വരെ 1 ആയിരിക്കും. ഇങ്ങനെ ചുക്ക് അത്രേ ഉള്ളൂ ബേസിക്കലി സംഭവം. നിങ്ങൾ ഡ്രാഗ് ചെയ്ത് മനസ്സിലാക്കി. ഗുഡ് ബോയ്സ്. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോകാം. അത്രേ ഉള്ളൂ ഫംഗ്ഷൻ കഴിഞ്ഞു. അപ്പോൾ 1.2 കഴിഞ്ഞ് വളരെ സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് 1.3ലേക്ക് പോകാം. ഇനി അടുത്തുള്ള മക്കളെ, നിങ്ങളോട് ഈ ആപ്ലെറ്റ് ഇവരുണ്ടാക്കി വെച്ച ആപ്ലെറ്റ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഒരു മെഷീൻ പോലെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യില്ല. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നു, എന്ത് വരുന്നു, അതേപോലെ നല്ലൊരു അനാലജി ആയിട്ട് കാണിച്ചു തരാം എന്താ സംഭവിക്കുന്നത് ഫംഗ്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഗ്രീൻ ഇട്ടാൽ മെഷീൻ സ്റ്റാർട്ട് ആവും, റെഡ് ഇട്ടാൽ സ്റ്റോപ്പ് ആവും, എന്താണ് ബ്ലൂ ഇട്ടാൽ റീസെറ്റ്. ഓക്കെ, ബ്ലൂ യൂസ്. അപ്പോൾ ബേസിക്കലി ഇതൊക്കെ ഒരു ഗ്രാഫിക്സ് വെച്ചിട്ട് ചെയ്യുന്നത്. നമ്മളെന്താണ് ഫംഗ്ഷൻ നമ്മൾ √(x) ആകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോവുക, ഓപ്പൺ കൊടുക്കുക. നിങ്ങൾ ടീച്ചർ ഹെൽപ്പ് ചെയ്ത് തരാം ഇവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ഫംഗ്ഷൻ ഇതല്ല വേണ്ടത് നമുക്ക് SQRT(x). ഓക്കെ, നിങ്ങൾ ഫംഗ്ഷൻ ഇട്ട് കൊടുത്തു. ഇതൊരു ഇൻപുട്ട് ബോക്സ് ആണ് ബേസിക്കലി. ഓക്കെ, SQRT(x) വർക്ക് ചെയ്യുന്നില്ലേ? SQRT(x). ഓക്കെ, SQRT(x) ഇട്ടു. നമുക്ക് നോക്കാം വർക്ക് ചെയ്യുമെന്ന്. എന്നിട്ട് എന്താണ് ഇൻപുട്ട് എടുക്കേണ്ടത്? ഇൻപുട്ട് 2. ഓക്കെ, 2 ഇട്ട് കൊടുക്കാം. നമുക്ക് എനിക്കൊന്ന് റീസെറ്റ് ചെയ്യേണ്ടി വരുന്നു. എന്താ ബ്ലൂ അല്ലേ റീസെറ്റ്? ബ്ലൂ റീസെറ്റ്. എന്നിട്ട് നമുക്ക് മേലേക്ക് ഇങ്ങനെയൊക്കെ ആക്കണം. എൻ്റെ അമ്മേ, ഇതിങ്ങൊന്ന് നീക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബ്ലൂ റീസെറ്റ്. ഓക്കെ ഇവർക്ക് തന്നെ വലിയ ഐഡിയ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നു ബോളും ടെക്സ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 2 ഇട്ട് കൊടുത്ത് 2ൻ്റെ സ്ക്വയർ റൂട്ട് 1.4 വരേണ്ടതാണ്. മെഷീൻ്റെ ഉള്ളിലേക്ക് പോയി 1.4 വന്നു. വെരി ഗുഡ് അടിപൊളി, കൊള്ളാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു, റീസെറ്റ് ചെയ്തു. ഓക്കെ സൂക്ഷിച്ച് ചെയ്യണം. ഇനി 1.8 കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിൽ 1.8 കണ്ടുപിടിക്കാം. 1.8 ഇട്ടു. ഇനി അതാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, ഇവിടെ 1.8 ആയി. ഇനി ഞാൻ ഗ്രീനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. വേഗം പോട്ടെ നടക്കുന്നു. ഇപ്പോൾ ഇതാ 1.8 സ്ക്വയർ റൂട്ട് നമ്മൾ 1.5 എന്തോ കണ്ടില്ല, 1.3 1.34 കിട്ടി. അടിപൊളി. അപ്പോൾ സ്റ്റോപ്പ് റീസെറ്റ്. സ്റ്റോപ്പ് റീസെറ്റ്. ഓക്കെ, അടുത്ത് നിങ്ങൾക്ക് 2/3 ചെയ്യാൻ പറ്റും. ചേഞ്ച് ദ ഫംഗ്ഷൻ ടു 1/x. ഞാൻ വേഗം 1/xലേക്ക് മാറ്റി തരാം ഫംഗ്ഷൻ. ഓക്കെ, 1/x. ഓക്കെ, ഇനി ഫംഗ്ഷൻ എന്താണ് നമുക്ക് വേണ്ടത്? 1/x 2/3 ആക്കണം. 2/3 മാത്രം ഞാൻ നിങ്ങൾക്ക് വേഗം കാണിച്ചത്. ഓക്കെ, അയ്യോ ഞാനവിടെ ആ സാധനം മൊത്തം അങ്ങ് ഡിലീറ്റ് ആക്കി പോയി. ഒന്ന് കൺട്രോൾ സെറ്റ് ആക്കിയത് അണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറിനോട് വെച്ച് അവരെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ നോക്കിയാൽ 2/3 മക്കളെ 1/x ഇട്ടാൽ എന്താ കിട്ടുക? 3/2 കിട്ടും. ഓക്കെ, ആ 0.67 ആയി. ഒരു ഡെസിമലിലേക്ക് ആക്കി സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1.5 എന്തെങ്കിലും കിട്ടിയായിരിക്കും. 1.5 ആണ് കിട്ടേണ്ടത്. മെഷീൻ്റെ പുറത്തേക്ക് 1.5 കണ്ടില്ലേ?
ഇതെടുത്തിട്ട് കഴിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ആൻസർ കിട്ടി. ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി 3. വാട്ട് ഹാപ്പൻസ് ടു വാല്യൂ ഓഫ് 0? വാല്യൂ ഓഫ് 0 ഇടുമ്പോൾ മിക്കവാറും എന്തെങ്കിലും എറർ വരും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാലും നമ്മളെ കൊണ്ട് ആലോചിപ്പിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ്, റീസെറ്റ്, സ്റ്റാർട്ട്. ഓക്കെ, മിക്കവാറും ഇതുണ്ട് ഇവിടെ ഇത്രയും നേരം പച്ച കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് വല്ലതായിരിക്കും പുറത്തേക്ക് വരിക. അത് വർക്ക് ചെയ്യില്ല. 1/x ഇസ് നോട്ട് ഡിഫൈൻഡ് ഫോർ 0. അതുകൊണ്ട് ഇൻഫിനിറ്റി, ശരിക്കും പറഞ്ഞാൽ ഇൻഫിനിറ്റി അല്ല, പക്ഷേ കുഴപ്പമില്ല, ആയിക്കോട്ടെ, അവർ ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ. അതോടെ നമ്മുടെ ആക്ടിവിറ്റി 1 എല്ലാം നമ്മൾ ചെയ്തു. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഫയലിലൊരു ന്യൂ എടുക്കുന്നു, കാരണം ഈ സാധനം എനിക്കിനി വേണ്ട. ഓക്കെ, ഞാൻ സേവ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് വേണ്ടത് ഇതല്ലായിരുന്നു. ഇതെനിക്കൊന്ന് നമ്മുടെ 3D സംഭവമായതുകൊണ്ട് 3D വരുന്നത്. ന്യൂ നിൽക്കുന്നു, ഡോണ്ട് സേവ്. അപ്പോൾ ശരി, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം എല്ലാം ഞാൻ ചെയ്യുന്നില്ല, എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് PYQs വീഡിയോസ് വേണമെങ്കിൽ അത് നിങ്ങൾ അറിയിക്കുക, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? GeoGebra ആപ്ലെറ്റ് എടുക്കുക. എന്താ ചെയ്യേണ്ടത്? x² എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക. ഗിവ് ദ ഇൻപുട്ട് x³ ഓക്കെ, ഇൻപുട്ട് ബോക്സ് കൊടുത്തിട്ട് f(x) ക്യൂബ് ആക്കുക. അപ്പം x ഇവിടെ കൊണ്ടിട്ട് ഇൻപുട്ടിൽ കൊണ്ടിട്ട് x⁻³ f(x) എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫംഗ്ഷൻ എപ്പോഴും ഇതായിക്കോട്ടെ, x³ കൊടുത്ത് ബ്യൂട്ടിഫുൾ കഴിഞ്ഞു. അടുത്ത് ക്രിയേറ്റ് എ സ്ലൈഡർ, മിനിമം -10 മാക്സിമം ഇതും ഇൻക്രിമെൻറ്റ് ഇതും എന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ സ്ലൈഡർ A ആണ്, അതിൻ്റെ ഇതും കൊടുക്കുക. അപ്പം ഇവിടെ സ്ലൈഡറിലേക്ക് പോവുക, ഇവിടെ നിൽക്കുക. A ആണുള്ളത്, നമ്പറാണ്, നമുക്ക് -10 ആണ്. മിനിമം -10ഉം മാക്സിമം 10ഉം. ഇൻക്രിമെൻറ്റ് എന്താ അവർ പറഞ്ഞത്? ഇൻക്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ 0.1. ഓക്കെ, 0.1. ഓക്കെ, റെഡി. ഓക്കെ കൊടുത്തു, നമ്മൾ ഇൻക്രിമെൻറ്റ് കൊടുത്തു. പക്ഷേ ഒന്നും ആയില്ല, നമ്മളിവിടെ കോർഡിനേറ്റ്സ് ഒന്നും കൊടുത്തില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? A എന്ന് പറഞ്ഞാൽ A,0 കൊടുക്കണം. ക്യാപിറ്റൽ A ഇവിടെ ഇട്ട് കൊടുക്കുക, ബ്രാക്കറ്റ് A,0 കൊടുത്തു. ഓക്കെ, അപ്പോൾ എൻ്റെ കോർഡിനേറ്റ്സ് കിട്ടി. B എന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മുടെ സെയിം സാധനം. B എന്ന് പറയുമ്പം A,f(a) അത് കിട്ടി. അപ്പോൾ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ? ഇനി C എന്ന് പറയുമ്പോൾ 0,f(a). ഓക്കെ, C എന്ന് പറയുമ്പോൾ 0,f(a). ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ടെല്ലാം കാണിച്ചതാ. A അത് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സ്ലൈഡർ വർക്ക് ചെയ്യുന്നുണ്ട്, പോയിൻറ്റ്സും കറക്റ്റാണ്. പ്ലോട്ട് ദ പോയിൻറ്റ്സ് A,B,C ചെയ്തു. ഡ്രോ ദ ലൈൻ സെഗ്മെൻറ്റ്സ് A,B,B,C. അപ്പോൾ ലൈനിൽ പോവുക, ലൈൻ സെഗ്മെൻറ്റിലേക്ക് പോകുക. ഒന്നുകൂടി നിൽക്കുക, ലൈൻ സെഗ്മെൻറ്റിലേക്ക് പോവുക. കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് Ctrl+ക്ക് സൂം ചെയ്യുക. എയിൽ നിന്ന് ബിയിലേക്ക്, ഓക്കെ, ബിയിൽ നിന്ന് സിയിലേക്ക്. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, എപ്പോഴും തിരിച്ച് മൂവ് ടൂളിലേക്കോ അല്ലെങ്കിൽ ഈ ടൂളിലേക്ക് മൂവ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ ആക്കാൻ നോക്കാം, അല്ലെങ്കിൽ തെറ്റും. ഓക്കെ, ഇനി എന്താണ്? ക്രിയേറ്റ് ദ ഇൻപുട്ട് ബോക്സസ് ഫോർ F and A. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് A എന്നുള്ള ഇൻപുട്ട് ബോക്സ് എടുക്കുക. ഇൻപുട്ട് ബോക്സ് ഇവിടെ നിൽക്കുക, ഇവിടെ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ A എന്ന് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ലിങ്ക് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ A. നിങ്ങൾക്ക് ഇവിടെ 1.2 സ്ലൈഡ് ചെയ്ത് ചെയ്യാൻ മടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളിവിടെ 1.1 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അത് കിട്ടി. അത് A എന്നുള്ള വാല്യൂ. ഓക്കെ, ഇനി അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇനി സ്ലൈഡർ മാറ്റിയിട്ട് നമുക്ക് ഇൻപുട്ട് ബോക്സ് ഫോർ Fഉം ചെയ്യണം. F എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ. ഒരു ഇൻപുട്ട് ബോക്സും കൂടി ഇടാം, നമുക്ക് ഫംഗ്ഷൻ ഇടാം, അല്ലെ ഫംഗ്ഷൻ എന്ന് വല്ല കേട്ടോ. ഓക്കെ, ഇതായിരിക്കും നിങ്ങൾ ടീച്ചർ പ്രിഫർ ചെയ്യാം. ഇവിടെ നിൽക്കുക, സൈഡിൽ നിൽക്കുക, ഫംഗ്ഷൻ എവിടെ ഇതാ. ഇനി നമുക്ക് x³ എന്നുള്ള ഫംഗ്ഷൻ മാറ്റിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? യൂസിങ് ദ അബോവ് ആപ്ലെറ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 ഹാവിങ് ദ മാർക്ക് ദ ഫോളോയിങ്. ഓക്കെ, ഇതിൽ ടീച്ചർ നിങ്ങൾക്ക് ഒരെണ്ണം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 1.2 ക്യൂബ് ചെയ്യണമെങ്കിൽ നമ്മൾ 1.2 ഇവിടെ ഇട്ട് കൊടുത്താൽ ആൻസർ എന്താ കിട്ടുക? അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. സാറേ ബീൻ്റെ ഇവിടെ കാണിക്കുന്നില്ലല്ലോ. ബി മൂവ് ടൂൾ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് നിൽക്കുക, പോളാർ കോർഡിനേറ്റ്സ് അല്ല ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ വരിക, ഷോ ലേബലിൽ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. ഇവിടെ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കുറച്ചുകൂടി നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ആ ഇതും കിട്ടും. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ബീൻ്റെ y കോർഡിനേറ്റ്സ് ആണെങ്കിൽ 1.73, 1.2 ആണെങ്കിൽ 1.73, 1.5 ആണെങ്കിൽ ഇവിടെ 1.5 ഇട്ട് കൊടുക്കുക, 1.5 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ്? 3.38. ഓക്കെ, ഇനി 1.1 ആണെങ്കിൽ എന്താണ്? 1.1 ആണെങ്കിൽ 1.21 വരും അല്ലേ? 1.1 ആണെങ്കിൽ 1. ക്യൂബാണ്, സോറി സ്ക്വയർ അല്ല, 1.33. ഓക്കെ, അത് വരും. ഇനി അതും കഴിഞ്ഞു. അവിടെ 2 മാർക്ക് 5 മാർക്ക് കഴിഞ്ഞ്. യൂസിങ് ദി അബോവ് ആപ്ലെറ്റ് ആൻസർ ഓൺലി വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദി അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് cos 2.4. അപ്പോൾ ഫംഗ്ഷൻ നമുക്ക് x³ ആണ് നേരത്തെ തന്നത്. ഇനി cos 2.4 ആണ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എന്താണ് ഇവിടെ മാറ്റിയിട്ട് cos എന്ന് എഴുതുന്നു, cos of x. ഓക്കെ, cos of x കിട്ടി. ഇതാണ് cos of x. ഓക്കെ, cos of x. ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ സൈൻ ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ ഫംഗ്ഷനിൽ sin of x ഇട്ട് കൊടുക്കുക. കഴിഞ്ഞു. ഇപ്പോൾ cos ചോദിച്ചുകൊണ്ട് ഞാൻ cos of x ആണ്, cos of x. ഓക്കെ, cos of x കാണാം. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ, cos of x കിട്ടി. ഇനി എന്താണ് വേണ്ടത്? 2.4 ആണ് നമുക്ക് cos of x-ൻ്റെ അവിടെ 2.4 ഇടുന്നു. 2.4 ഇടുന്നു മക്കളെ. 2.4 ഇടുമ്പോൾ 2.4 ഇടുമ്പോൾ എന്താണ്? -0.74. എത്രയാ? -0.74. ഈ ജി വാല്യൂ എടുക്കരുത്, ജി വാല്യൂ അല്ല നമുക്ക് വേണ്ടത്, അതായത് ഡിസ്റ്റൻസ് 0.-74. ഓക്കെ, -0.74. cos 5.3 എത്രയാ?
ഓക്കെ 5.3 ഇവിടെ ഇട്ട് കൊടുക്കുക. 5.3 ഇട്ട് കൊടുക്കുമ്പോൾ 0.55. ഓക്കെ 0.55. ഓക്കെ ആൻഡ് 2.7 ഇടുമ്പം അതിൻ്റെ വാല്യൂസ് 2.7 ഇടുമ്പം -0.8 ആണ്, -0.9 കേട്ടോ. ആ വാല്യൂ ആണ് വേണ്ടത്. അതോടെ നിങ്ങൾക്ക് 3, 3, 6, 8 മാർക്ക് കിട്ടി. സിമ്പിൾ. ഓക്കെ അത് ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി അടുത്ത നിങ്ങൾക്ക് 2023 വെച്ച ക്വസ്റ്റൻ ഒന്ന് വേഗം ഡിസ്കസ് ചെയ്യും. ക്യൂബ് റൂട്ടാണ് ചോദിച്ചത് കേട്ടോ. ക്യൂബ് റൂട്ട് ആകുമ്പോൾ x⁻1/3 എന്ന് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് വേഗം ഇവിടെ തന്നെ ഉള്ളത് വെച്ചിട്ട് തന്നെ കാണിച്ചത്. x⁻1/3 ഇടണമെന്ന് കാണിച്ചു. ക്വസ്റ്റൻ എന്താണ് പറയുന്നത്? മിനിമം -10, മാക്സിമം -10, ഇൻക്രിമെൻറ്റ് 0.1 ആയിരുന്നു ഇവിടെയും. ഓക്കെ ഇത് നമ്മൾ കോർഡിനേഷൻ സെയിം ചെയ്തു. ABBC ചെയ്തു, F മെയിനും ചെയ്തു. ഇനി എന്താണ് ചെയ്യുന്നത്? യൂസിങ് ദി അബോവ് ആപ്ലെറ്റ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. ക്യൂബ് റൂട്ട് ഓഫ് 4. അപ്പോൾ ഇൻപുട്ട് ബോക്സിൽ 4 ഇട്ട് കൊടുക്കുക. ക്യൂബ് റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 1.59. ക്യൂബ് റൂട്ട് ഓഫ് 6 കണ്ടുപിടിക്കുക. സിമ്പിൾ. 6 കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് എത്ര 1.82 കിട്ടും. സിമ്പിൾ. അതേപോലെ ക്യൂബ് റൂട്ട് ഓഫ് 8 അത് 2 കിട്ടും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുമ്പോൾ 8,2 കിട്ടി. ആയിക്കോട്ടെ. യൂസിങ് ദി അബോവ് ആപ്ലെറ്റ് ഫൈൻഡ് ദ ടിക്ക് ഇട്ടത് എന്താണ്? sin 5.5. അത് മാത്രം കാണിച്ചുതരാം. ഫംഗ്ഷൻ നമ്മൾ sin ഓഫ് x ഇടുന്നു. സൈൻ എന്താണ്? 5.5 ആണ് വേണ്ടത്. 5.5 ഇടുന്നു. ആൻസർ എന്താണ്? -7.1, -0.71. ഓക്കെ അത് കണ്ടുപിടിക്കുക. കഴിഞ്ഞു. ഇതാണ് വാല്യൂ ഓഫ് ഫംഗ്ഷൻസ് ലാബ് 1. അപ്പോൾ ലാബ് 1 എല്ലാം അടിപൊളി അടിച്ചാണ്. ഇത് മനസ്സിലായവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, മാക്സിമം അടിപൊളിയാക്കുക. ഓക്കെ നിങ്ങൾ ഏത് വർഷം കാണാനും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ലാബ് 1 കിട്ടി. ഓക്കെ ലാബ് 1 വേറെ എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടോ നോക്കട്ടെ. ലാബ് 1 2023 ഇത് എനിക്കൊന്ന് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു പറഞ്ഞണം. സ്ക്വയർ റൂട്ട് വന്നു. നമുക്ക് സെയിം ടൈപ്പ് ക്വസ്റ്റൻ കേട്ടോ. സെയിം ടൈപ്പ് ക്വസ്റ്റൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ നോക്കിയാൽ എന്താണ്? ചേഞ്ച് ദ വാല്യൂസ് ഓഫ് സ്ലൈഡർ ടു -2 എന്നിട്ട് ബിയും സിൻ്റെയും ആൽജിബ്രേക്ക് വ്യൂയിലുള്ളത് നോക്കാം. ഓക്കെ എന്നിട്ട് കാണിക്കാൻ പറഞ്ഞു. ഓക്കെ ആൽജിബ്രേക്ക് വ്യൂ എവിടെ മക്കളെ വരിക? ഇവിടെ വരുന്നത് കേട്ടോ. ഇവർ പറയുന്നത് ഇത് സ്ലൈഡറിൽ -2 ആകുമ്പോൾ ബിൻ്റെയും സിൻ്റെയും നോക്കാൻ പറഞ്ഞു. ഓക്കെ അപ്പോൾ ഈ പോയിന്റ്സിന് എഗെയിൻസ്റ്റുള്ള ആൽജിബ്രേക്ക് വ്യൂ. അതിൻ്റെ ആൻസർ കീ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൽജിബ്രേക്ക് വ്യൂ അൺഡിഫൈൻഡ് ആണ് കാണിക്കുന്നത്. ഓക്കെ കാരണം സ്ക്വയർ റൂട്ട് ഫംഗ്ഷനിൽ -2 ഇട്ടാൽ അൺഡിഫൈൻഡ് ആണ് കാണിക്കുന്നത്. കാരണം സ്ക്വയർ റൂട്ട് നെഗറ്റീവ് വരില്ല. നമ്മൾ +1 +2 ഡൊമൈനിലൊക്കെ പഠിച്ചതാണ്. ഓക്കെ അതേപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ലാബ് 1. ഓക്കെ ലാബ് 1 വാല്യൂ ഫംഗ്ഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലാബ് 2ലേക്ക് പോവാം. ഇനി മക്കളെ നിങ്ങളുടെ ലാബുകൾ വേഗം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 1, 2, 3, 4 നമ്മൾ ചെയ്തു. 0 ചെയ്തിട്ടുണ്ട്. ബാക്കി ഏതാണ് ഇമ്പോർട്ടൻ്റ് ഉള്ള എല്ലാ സ്കൂളിലും ചോദിക്കുന്നത് എന്താ അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് വരുന്നതായിരിക്കും. ഓക്കെ റെഡി. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. പിന്നെ നിങ്ങളുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഫീച്ചേഴ്സൊക്കെ കിട്ടും. ആൻഡ് നിങ്ങൾക്ക് സയൻസിലൊക്കെ ആകുമ്പോൾ കൂടുതൽ എല്ലാ ലാബ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ക്ലാസ്സിലാണ് കിട്ടുക. ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. വേഗം ജോയിൻ ചെയ്ത് ലേറ്റ് ആക്കേണ്ട. കാരണം ഷോർട്ട് നോട്ട്സ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ആക്ടിവിറ്റി 2. ഓക്കെ ലാബ് 2 എന്ന് പറയുമ്പോൾ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. ഇത്രയും നേരം പഠിച്ച സാധനം ഷിഫ്റ്റിംഗ്. അത് എക്സിൽ ഷിഫ്റ്റ് ആകുമ്പോൾ അതേപോലെ എക്സിന് പുറത്ത് ഷിഫ്റ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ +1 പഠിച്ച സംഭവമാണ്. പക്ഷേ നമുക്ക് വേഗം ഗ്രാഫിക്കലി കാണാം. ഓക്കെ ഞാൻ കുറേ സംസാരിച്ച് ബോർ അടിപ്പിക്കുന്നില്ല. ലൈക്ക് ചെയ്യാൻ മാർക്കരുത്. നമുക്ക് വേഗം കാര്യത്തിലേക്ക് എടുക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് x². ഓക്കെ അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ജിയോജിബ്ര എടുക്കാം. നമ്മുടെ ജിയോജിബ്ര ചേട്ടൻ ഇവിടെ പോയി ജിയോജിബ്ര ചേട്ടൻ എടുത്തു. ജിയോജിബ്ര ചേട്ടനോട് ഞാൻ പുതിയ ഫയൽ എടുക്കട്ടെ. നമുക്ക് പഴയതൊന്നും വേണ്ട. ഡോണ്ട് സേവ് കൊടുക്കും. നിങ്ങൾ സേവ് കൊടുക്കണേ. അപ്പോൾ വേഗം നമുക്ക് x² എന്നുള്ള ഫംഗ്ഷൻ എടുക്കാം. x² എന്നുള്ള ഫംഗ്ഷൻ എടുത്തു. ഓക്കെ x² എടുത്തു. എന്താണ്? ക്രിയേറ്റ് നമ്പർ സ്ലൈഡർ A വിത്ത് ഇൻക്രിമെൻറ്റ് ഓഫ് 0.1. ഓക്കെ അപ്പോൾ ഞാൻ എന്ത് സ്ലൈഡർ എടുത്ത് ഇടുന്നു. A ഇടുന്നു. 0.1 ആണ്. മിനിമം മാക്സിമം പറഞ്ഞില്ലെങ്കിൽ അത് ഉള്ളതങ്ങ് വെക്കുക. 0.1 ഇടുന്നു ഇൻക്രിമെൻറ്റ്. ഓക്കെ കൊടുക്കുന്നു. അത് കിട്ടി. ഓക്കെ ഇനി ക്രിയേറ്റ് നമ്പർ സ്ലൈഡ് എടുത്ത് കഴിഞ്ഞു. ഡ്രോ ഗ്രാഫ് g ഓഫ് x തന്നെ ആയിക്കോളും. അപ്പോൾ നമ്മൾ ഇൻപുട്ടിൽ എന്തായാലും f + a. f ഓഫ് എക്സിന് എഴുതണ്ട. f ഓഫ് x + a ആണ് വേണ്ടത്. പക്ഷേ എന്താണ് f + a എഴുതുന്നത്? f എന്ന് പറഞ്ഞാൽ f + a ഇവിടെ ഇട്ട് കൊടുക്കുക. താഴെ ഞാൻ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. കാര്യം അറിയാലോ. ഓക്കെ f + a ഇട്ട് കൊടുക്കുന്നു. ഒരു സെക്കൻഡ് നിങ്ങളുടെ സ്ക്രീൻ ക്ലിയർ ആണോ നോക്കട്ടെ. ഓക്കെ അത് ഇട്ട് കൊടുത്ത് കിട്ടി. ഓക്കെ റെഡി. അപ്പോൾ f + a ഇട്ട് കൊടുത്തു. എനിക്ക് എന്താണ് കിട്ടിയത്? g ഓഫ് x. അതാണ് ഈ ബ്ലൂ. ഓക്കെ അപ്പോൾ ഞാൻ a 0 ആണെങ്കിൽ ഓക്കെ a 0 ആണെങ്കിൽ f + 0 ആണ്. അപ്പോൾ f തന്നെ കിട്ടി. ഓക്കെ ഞാനത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് നീക്കി കാണിച്ചു തരാം. ഓക്കെ ഇതാ നോക്കിയാൽ ഇത് മേലേക്ക് വന്നു. കണ്ടോ മേലേക്ക് ഷിഫ്റ്റ് ആവുന്നു. 5 യൂണിറ്റ് ഷിഫ്റ്റ് ആണ്. താഴേക്ക് -5 യൂണിറ്റ്. അപ്പം അതിനനുസരിച്ച് a മാറുന്നതനുസരിച്ച് യൂണിറ്റുകൾ അത്രയും മേലേക്കും താഴേക്ക് ഷിഫ്റ്റ് ആവുന്നു. ഓക്കെ ഇനി ഇവർ പറയാം അത് ഒബ്സർവ് ചെയ്യാൻ പറയുക. നമുക്ക് ഒബ്സർവ് ചെയ്യാം. വേഗം ഒന്ന് ഒബ്സർവ് ചെയ്തേ. ഒബ്സർവ് ഓഫ് ദ ഗ്രാഫ് f ഓഫ് x ചേഞ്ചസ് ടു a. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എഴുതേണ്ടി വരും. എന്താണ് ഗ്രാഫ് g ഓഫ് x moves a units upwards or downwards according to the value of a. Okay. Create input box for editing the function and slider a. അപ്പോൾ രണ്ടിനും ഇൻപുട്ട് ബോക്സ് ഒക്കെ നമുക്ക് ശീലമാവേണ്ട സിമ്പിൾ സാധനങ്ങളാണ്. ഇൻപുട്ട് ബോക്സ് ആദ്യം നമുക്ക് എന്താ എന് വേണ്ടിയിട്ട് ഇടാം. അപ്പോൾ എ മാറ്റണം. ആ നമ്പർ ഇടാൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് ഇൻപുട്ട് ബോക്സ് അടുത്തതും വേണം. എന്താണ് ഫംഗ്ഷൻ എഫിന്. ഓക്കെ എഫിനുള്ളതാണ്. അപ്പോൾ ഞാൻ ഫംഗ്ഷൻ എഫ് എന്ന് ഇടാം. അപ്പോൾ ഇത് നമുക്ക് ഫംഗ്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ രണ്ടും ചെയ്തു.
ഇനി എന്താണ് ഡു ദ അബവ് ഒബ്സർവേഷൻ ഫോർ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് സച്ച് ആസ് മോഡുലസ് ഓഫ് എക്സ്. മോഡൽ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ആബ്സല്യൂട്ട് വാല്യൂ ആബ്സ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ മാറ്റിയിട്ട് ആബ്സല്യൂട്ട് ഓഫ് എക്സ് അത് കിട്ടി. ഇനി അതും നോക്കിയാൽ എ മാറുന്നതനുസരിച്ച് അത് മേലേക്കും താഴേക്കും മാറുന്നുണ്ട് അല്ലേ, മേലേക്കും താഴേക്കും മാറുന്നുണ്ട്. ഓക്കെ, മേലേക്കും താഴേക്ക് ഇത് വലുതാവുക അല്ല കേട്ടോ ചെയ്യുന്നത്, താഴേക്ക് മേലേക്ക്. ഇതിപ്പോൾ മേലേക്ക് പോകുന്നു താഴേക്ക് വരുന്നു, അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് എ. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് എ, എക്സ് പ്ലസ് എ അല്ലേ എഫ് ഓഫ് കട്ട് ഈ ബ്രാക്കറ്റ് എഫ് ഓഫ് എക്സ് പ്ലസ് എ ആണ്. ഇനി എന്താണ് ആബ്സല്യൂട്ട് വാല്യൂ, ഇത് എന്താണ് ഫ്ലോർ ആണോ സീലിംഗ് ആണോ എനിക്ക് കാണുന്നില്ല, ഞാൻ ഫ്ലോർ അടിക്കാൻ പോകണം. ഓക്കെ, ഫ്ലോർ ഓഫ് എ, ഫ്ലോർ ഓഫ് എക്സ് ആണ് കൊടുക്കുന്നത് കേട്ടോ, ഫ്ലോർ ഓഫ് എക്സ്. അതെന്താണ് ഇങ്ങോട്ട് നിങ്ങൾക്ക് മേലേക്കും താഴേക്കും ഇങ്ങനെ നീങ്ങുന്നത് കാണാൻ പറ്റും. ഓക്കെ, ബേസിക്കലി അതോടെ സംഭവം ഇവർ വേറെ പറയുന്നത് എന്താണ് എക്സ് ക്യൂബും ചെയ്യാൻ പറഞ്ഞു. സേവ് ദിസ് ആറ്റ് ആക്ടിവിറ്റി 2.1. അപ്പോൾ നിങ്ങൾ കൺട്രോൾ ഷിഫ്റ്റ് എസ് നിൽക്കരുത്, ഫയലിൽ പോവുക, സേവ് ആസ് കൊടുക്കുക, ആക്ടിവിറ്റി ഞാനിവിടെ എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ നമ്മുടെ ആക്ടിവിറ്റി 2.1. ഓക്കെ, സിമ്പിൾ പരിപാടി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ, ഇനി ഇത് കിട്ടി 2 കഴിഞ്ഞു. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞു. അടുത്തത് 2.2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എ, എക്സ് പ്ലസ് എ, എക്സിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എന്താണ് ഓപ്പൺ ന്യൂ ജിയോജിബ്ര വിൻഡോ. ഓക്കെ, ന്യൂ വിൻഡോ ആണ് അവർ പറഞ്ഞത്, അപ്പോൾ ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് ഞാൻ ഫുൾ സ്ക്രീൻ ആക്കി തരാം. ഓക്കെ, അപ്പോൾ ഈ സാധനം കൂടി ഉണ്ട് അല്ലേ, ഞാൻ തൽക്കാലം എന്ത് ചെയ്യാം, ഞാൻ ഇത് ക്ലോസ് ചെയ്യാം കേട്ടോ, ഞാൻ ക്ലോസ് ചെയ്യാണ്, എനിക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇനി എന്താണ് ഡ്രോ എഫ് ഓഫ് എക്സ് സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു. ഓക്കെ, എക്സ് സ്ക്വയർ വരച്ചു. കൺട്രോൾ എമ്മിനേക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്, ക്രിയേറ്റ് നമ്പർ സൈഡർ എ. സെയിം പരിപാടികളാണല്ലോ. എ കിട്ടി, എന്താണ് ഇൻക്രിമെൻറ്റിന് 0.1 എന്ന് പറഞ്ഞു. ഓക്കെ, 0.1 മക്കളെ ഞാൻ സ്പീഡിൽ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുറേ പ്രാവശ്യം ചെയ്തിട്ട് 0-ലും 1-ലൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് ശീലമാവും, നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി മേം പഠിപ്പിച്ചിരുന്നു. ഓക്കെ, ഇത് ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ജി ഫംഗ്ഷൻ എന്താണ് വേണ്ടത്, എഫ് ഓഫ് എക്സ് പ്ലസ് എ, അത് അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എ ആകുമ്പോൾ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങളിവിടെ എന്താണ് ചെയ്യേണ്ടത്, ഇൻപുട്ട് കൊടുക്കുക, എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് കിട്ടാൽ മതി. അടുത്ത ഫംഗ്ഷൻ എപ്പോഴും ജി ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇപ്പം എക്സ് പ്ലസ് എ അല്ല, എഫ് ഓഫ് എക്സ് പ്ലസ് എ അല്ല, എഫ് ഓഫ് എക്സ് പ്ലസ് എ, അതാണ് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ആ ഫംഗ്ഷൻ നീങ്ങുന്നത്. നേരത്തെ വൈന് ആയിരുന്നു എഫക്റ്റ്, അപ്പോൾ മേലേക്കും താഴേക്കും, ഇപ്പോൾ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തു ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സ് ഫോർ ഫംഗ്ഷൻ ആൻഡ് സ്ലൈഡർ. അപ്പോൾ നിങ്ങൾ എന്ത് ഇവിടേക്ക് വരിക, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക, ഇൻപുട്ട് ബോക്സ് ഇടുക, എ എന്നൊരു ഇൻപുട്ട് ബോക്സ് ഇടുക, അത് എ തന്നെ കൊടുക്കുക. ആൻഡ് ഫംഗ്ഷൻ മാറ്റാൻ വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് കൊടുക്കുക, ഫംഗ്ഷൻ എഫ്. ഓക്കെ, അത് എന്ത് പേര് കൊടുത്താലും നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഓക്കെ, ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇവിടെ എന്താണ് വേണ്ടത്, ഇവർ ബേസിക്കലി ആബ്സല്യൂട്ട് എല്ലാം ഓരോ ഫംഗ്ഷൻ എങ്ങനെ നീങ്ങുമെന്ന് മനസ്സിലായി. ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സിലാകുമ്പോൾ എന്താണ് നിങ്ങൾ നോക്കിയാൽ ഇത് സൈഡ് മാറുന്നതിനനുസരിച്ച് ഉണ്ടോ ഡിങ്ക. ഓക്കെ, അതേപോലെ എക്സ് ക്യൂബ് ആണെങ്കിലും സെയിം. നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് റൈറ്റിലേക്ക് നീങ്ങുക. ഓക്കെ, എക്സിൻ്റെ കൂടെ ആണെങ്കിൽ ലെഫ്റ്റ് റൈറ്റിലേക്ക് നീങ്ങുക, എക്സിൻ്റെ പുറത്താണെങ്കിൽ മേലേക്കും താഴേക്കും നീങ്ങുക. ഓക്കെ, ഫംഗ്ഷൻ. ഓക്കെ, യു മേ ഗിവ് ആനിമേഷൻ എന്താണ് വെൻസ്ഡേറ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആനിമേഷൻ കൊടുക്കുക, നിങ്ങളിവിടെ നിൽക്കുക, നിങ്ങൾക്ക് ആനിമേഷൻ ഓൺ കൊടുക്കുക, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ പിടിച്ച് വലിക്കുകയാണ്, നിർത്തുകയാണ്. ഓക്കെ, ഇതിനെ നിങ്ങൾ സേവ് ആസ് ആക്ടിവിറ്റി 2.2. കൺട്രോൾ ഷിഫ്റ്റ് എസ് അല്ല, സോറി. അപ്പോൾ നിങ്ങൾ ഫയലിൽ വരിക, സേവ് ആസിനൊക്കെ ആക്ടിവിറ്റി 2.2. വീണ്ടും നമ്മുടെ എല്ലാം ഇവിടെ ഇങ്ങനെ സേവ് ചെയ്യാം, ആക്ടിവിറ്റി 2.2. ഓക്കെ, അതോടെ നിങ്ങൾ ആക്ടിവിറ്റി 2.2 തീർന്നു. ഇതിലെന്താണെന്നുള്ളത് ആക്ടിവിറ്റി 2.3 ഉണ്ട്. ഓക്കെ, റിഫ്ലക്ഷൻ ഓഫ് എ ഗ്രാഫ് മൈനസ് എഫ് ഓഫ് എക്സ്, ഒന്നുമില്ല, മെയിൻ സാധനം മൈനസ് ഇടുക. ഓപ്പൺ ന്യൂ ജിയോജിബ്ര വിൻഡോ. ഞാൻ പുതിയത് ഉണ്ടാക്കുന്നില്ല, കാരണം സമയം വെറുതെ പോകുള്ളൂ. ഞാൻ വേണം ഇവന്മാരെയൊക്കെ ഡിലീറ്റ് ചെയ്യാം, ഫംഗ്ഷൻ മാത്രം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്യുക. എ ഇൻപുട്ട് ബോക്സ് സ്ലൈഡർ ഇവിടെ ഇരുന്നോട്ടെ. അതിന് അവർ പറഞ്ഞ എന്താണ് എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഇടാം. ശരിക്കും പറഞ്ഞാൽ മറ്റേന്ന് ചെയ്താൽ മതിയത്, ഞാൻ കാണിച്ചത് എക്സ് സ്ക്വയർ ഇട്ടു. ഓക്കെ, ഇനി എന്താണ് ഡ്രോ ഗ്രാഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ എന്താണ് ഇൻപുട്ട് ബോക്സ് ഒന്നും കൂടി മൈനസ് എഫ് നിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ റിഫ്ലക്ഷൻ. ഓക്കെ, മൈനസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി എന്താണ് ഇനി നമുക്ക് വേണ്ടത് ഇൻപുട്ട് കമ്പയർ ദി ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ജി ഓഫ് എക്സ്. എന്താണ് അപ്സൈഡ് ഡൗൺ അല്ലേ, റിഫ്ലക്ഷൻ ആണ്, ബേസിക്കലി എക്സ് ആക്സിൻ്റെ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സ് ഫോർ എഫ്. അതും കൂടി വേണമായിരുന്നു, ഇൻപുട്ട് ബോക്സ് ആണ് വേണ്ടത്. ഇൻപുട്ട് ബോക്സ് ഇടുക, ഫംഗ്ഷൻ എഫ് എന്നിടുക, അല്ല എഫ് എന്ന് വെറുതെ ഇട്ടാലും മതി കേട്ടോ. ഇതിട്ടു എന്താണ് ഫംഗ്ഷൻ ആക്കേണ്ടത്, എക്സ് സ്ക്വയർ പ്ലസ് 2 എന്നാക്കണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2, അപ്പം എക്സ് റേസ് ടു 2 പ്ലസ് 2. അയ്യോ, ആ 2 എവിടെയല്ലേ വരേണ്ടത്, 2 ഒരു ആരോ മാർക്ക് ഇടുക, എന്നിട്ട് പ്ലസ് 2. ഓക്കെ, എക്സ് റേസ് ടു 2 പ്ലസ് 2 കിട്ടി. അതേപോലെ എക്സ് റേസ് ടു 1 അങ്ങനെയൊക്കെ ചെയ്യാം. ബേസിക്കലി എന്താണ് റിഫ്ലക്ഷനാണ്. എക്സ് എ മാറ്റർ ചെയ്യുന്നില്ലേ, എ ഇവിടെ വേണ്ട അല്ലേ, ക്വസ്റ്റ്യനിൽ എ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ഞാൻ എ ഡിലീറ്റ് നിങ്ങൾ കൺഫ്യൂഷൻ ആവാതിരിക്കുക. ഓക്കെ, ഉണ്ട് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇടൂ. ഞാൻ ഇതിൽ വേറെ ഒരെണ്ണം കൂടി ചെയ്താൽ ആബ്സല്യൂട്ട് -1 നോക്കിയാൽ ആബ്സല്യൂട്ട് ഓഫ് എക്സ് പുറത്ത് -1. ഓക്കെ,
ഇതാണ് ആബ്സല്യൂട്ട് ഓഫ് എക്സ് മൈനസ് വൺ. ഓക്കെ, അതും അതിൻ്റെത്. ഇതെന്താ ആബ്സല്യൂട്ട് ഓഫ് എക്സ് മൈനസ് വൺ. ഓക്കെ, അവിടെ എന്താണ് വ്യത്യാസം? ആബ്സല്യൂട്ട് ഓഫ് എക്സ് മൈനസ് വൺ ഉണ്ട്, വ്യത്യാസം കണ്ടു. വ്യത്യാസം കണ്ടു. ഇതൊക്കെ ഇത് -1 ഇവിടെ വരുമ്പോൾ -1 അവിടെ വരുമ്പോൾ വ്യത്യാസമുണ്ട് കേട്ടോ. ആ കാര്യം ഓർക്കണം കേട്ടോ. ഇനി അടുത്തത് എന്താണ്? ഇത് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന 1/x കൂടെ ഒന്ന് കാണിച്ചു തരാം. ഫംഗ്ഷൻ എഫ് നമ്മൾ 1/x എടുത്താൽ g of x എന്ന് പറയുമ്പോൾ കട ഗ്രേ ആണ് 1/x, ഗ്രീൻ ഓറഞ്ച് ആണ് മറ്റേ കളർ. ഓക്കെ, കമ്പയർ ദ ഗ്രാഫ് എഫ് ഓഫ് എക്സ്, റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. ഒന്നുമില്ല, എല്ലാം റിഫ്ലക്ഷൻ ആണ് ബേസിക്കലി. ഓക്കെ, ആക്ടിവിറ്റി 2.3 ആയിട്ട് സേവ് ചെയ്യുക. വീണ്ടും ഞാൻ എപ്പോഴും കൺട്രോൾ ഷിഫ്റ്റ് എസ് നിൽക്കും. ഓക്കെ, സേവ് ആസ് എന്താണ് ആക്ടിവിറ്റി 2.3. ഓക്കെ, 2.3 ആയിട്ട് സേവ് ചെയ്തു. ഓക്കെ, അതോടെ ഇത് കഴിഞ്ഞു തോന്നുന്നു. ആക്ടിവിറ്റി 2.4 ഉണ്ടോ? റിഫ്ലക്ഷൻ ഓഫ് ഗ്രാഫ് എഫ് ഓഫ് -x, എഫ് ഓഫ് എക്സ് ഉണ്ട്, ഇനി എഫ് ഓഫ് -x ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ എന്താണ് ബേസിക്കലി y ആക്സിൻ്റെ റിപ്പോൾ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ x³ ആണ്. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ നിന്ന് x³ ഞാൻ നിങ്ങൾക്ക് കാണാം. അരൻ സാർ എന്താണ് ആദ്യം മുതൽ കാണിക്കാം. ഓക്കെ, ഞാനായിട്ട് ഇനി കൊളാക്കുന്നില്ല ഒന്നും. ഓക്കെ, ഇവിടെ പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന പോലെ ഉണ്ട്. x³ എന്ന് വരുന്നു, x³ ഇട്ടു. ഇനി എന്താണ് ഇവർ പറയുന്നത്? g of x ആണ് എഫ് ഓഫ് -x. അതെന്താണ് ചെയ്യേണ്ടത്? ഇനി ഫംഗ്ഷൻ തന്നെ നമ്മൾ g of x ആണ് ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് എക്സ് ഇല്ല, എഫിൻ്റെ ഉള്ളിൽ -x. അപ്പോൾ എന്താണ് ഇപ്പം എക്സ് ആക്സിസിൽ നിന്നായിരുന്നു നേരത്തെ റിഫ്ലക്ഷൻ, ഇത് y ആക്സിസിലെ റിഫ്ലക്ഷനാണ് വരാൻ കേട്ടോ. ഇനി ഇവർ പറയുന്നത് എന്താ? ഇൻപുട്ട് ബോക്സ് ഫോർ ഇത് ഉണ്ടാക്കാൻ പറയുന്നുണ്ടാവും. സെയിം സംഭവം തന്നെ. ഓക്കെ, ഇൻപുട്ട് ബോക്സ് ഫോർ എഫ്, ഫംഗ്ഷൻ എന്താണ് എഫ്. ഇനി എന്താണ് നമ്മൾ ഫംഗ്ഷൻ x³ മാറ്റിയിട്ട് അവർ 1/x ചെയ്യാൻ പറഞ്ഞു. 1/x ചെയ്തു. 1/x ചെയ്തു. അപ്പം ബേസിക്കലി ഇത് സിമെട്രിക്കൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് വ്യത്യാസം കാണില്ല. മോഡുലസ് ഓഫ് എക്സ് ആണ് ആബ്സല്യൂട്ട് ഓഫ് എക്സ്. അപ്പം ഇതുണ്ടോ, ഇതിൻ്റെ മിറർ ഇമേജ്, y ആക്സിലെ മിറർ ഇമേജ് മക്കളെ ഇവർ നടുക്കുന്ന ഇങ്ങോട്ടും മുറിച്ച് ചെയ്താൽ വ്യത്യാസമില്ലല്ലോ, അതുകൊണ്ടാണ് വ്യത്യാസം നിങ്ങൾ കാണാത്ത കേട്ടോ. ഇനി എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? ഫ്ലോർ x² സെയിം ആയിരിക്കും. x² ഒന്നും കാണാണ്ടാവില്ല, കാരണം അതിന് മേലെ തന്നെ അതുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് x³ പറയും. x³ സിമെട്രിക്കൽ അല്ല, x³ പിന്നെ നിങ്ങൾക്ക് വേറെ ഏതാ നിങ്ങൾക്കറിയാം? x² + 1 ചിലപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. x² + 1 ഉണ്ട്, x² + 1 അല്ല, x + 1² കിട്ടും. x + 1² അത് സിമെട്രിക്കൽ അല്ലാത്ത ഫംഗ്ഷൻസിൽ കിട്ടും. കണ്ടോ, ഇത് കണ്ടോ, y ആക്സിസിൻ്റെ റിഫ്ലക്ഷൻ sin x ചിലപ്പോൾ കിട്ടും. അവിടെ sin x കിട്ടില്ല, ക്യാപിറ്റൽ S ആയി പോയി, സോറി, sin x നിങ്ങൾക്ക് കിട്ടും. കണ്ടോ, y ആക്സിസിൻ്റെ റിഫ്ലക്ഷനാണ്. അതാണ് ബേസിക്കലി ഈ ഫംഗ്ഷൻ പറയുന്നത്. ഇത്രയുള്ള സംഭവം x - 2² അത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ സാധനം ചെയ്യാം. x - 2² ഈ സാധനം ആർക്ക് വേണം? ഇവനെ വേണ്ട. ഓക്കെ, കണ്ടോ, ഇപ്പോൾ റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ബേസിക്കലി y ആക്സിസിൻ്റെ അബൌട്ട് റിഫ്ലക്ഷൻ കിട്ടുന്നു. ഇവനെ നമ്മൾ സേവ് ചെയ്യുന്നു. വീണ്ടും ഞാൻ കൺട്രോൾ ഇവിടെ എന്താ ഷോർട്ട് കട്ട് ഇല്ല അല്ലേ, മോശമായി പോയി. ആക്ടിവിറ്റി 2.4 കഴിയും. ഇനി എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ഇവിടെ പറയുന്നത്? ഇല്ല. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വേഗം ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? അപ്പോൾ ഞാൻ വേഗം ക്ലിയർ ചെയ്യാം. ഓക്കെ, അയ്യോ ആ സാധനം ക്ലിയർ ആയിപ്പോയി, മൊത്തം നമ്മുടെ ഇൻപുട്ട് ബോക്സ് ക്ലിയർ ആയിപ്പോയി. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരാൻ എന്താ ചെയ്യുക? ക്ലോസ് ചെയ്യുക, ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സേവ് ചെയ്യാൻ പറയുന്നു. ഓക്കെ, എല്ലാ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഇതാ പുതിയത് കാണിച്ചുതരാം. Ctrl M, നമുക്ക് എന്താണ് വേണ്ടത്? മോഡുലസ് ഫംഗ്ഷൻ. അപ്പോൾ ആബ്സല്യൂട്ട് ഓഫ് എക്സ്. ഓക്കെ, എന്താണ് നമ്മൾ സ്ലൈഡർ ഉണ്ടാക്കണം? എയും ബിയും വേണം, മിനിമം 5 -5 0. ഓക്കെ, അപ്പോൾ ബേസിക്കലി എന്താണ് 2 സ്ലൈഡറാണ്. ഓക്കെ, ഇവിടെ സ്ലൈഡർ നമുക്ക് എ വേണം 0.01. ഓക്കെ കൊടുക്കുന്നു. ഒരു സ്ലൈഡറും കൂടി ഞാൻ ഉണ്ടാക്കുകയാണ്. ബി എന്ന് തന്നെ പേര് വന്നോളും 0.01. ഓക്കെ, 2 സ്ലൈഡർ ഉണ്ട്. ഓക്കെ കൊടുക്കണം അല്ലേ? ഓക്കെ, റെഡി. ബ്ലാ ബ്ലി ബ്ലൂ ബ്ലൂ. ഡ്രോ ദ ഗ്രാഫ് ഓഫ് g of x. g of x അടുത്തതിൽ വെറുതെ ടൈപ്പ് ചെയ്താൽ മതി. എന്താണ്? f of x + a + b. അപ്പോൾ നമുക്ക് എക്സിൻ്റെ കൂടെയുള്ളതും പുറത്തുള്ള ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എഫ് ഓഫ് എക്സ്, നിങ്ങൾ ഇൻപുട്ട് ബോക്സിൽ എഫ് ഓഫ് എക്സ് + a അവിടെ എടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് പോവുക, ആരോ നോക്കിയിട്ട് +b. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് A0 ഉണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. ശരി, നമ്മളിപ്പോൾ ആദ്യത്തെ 2 ആക്ടിവിറ്റി 2.1 2.2 കൂടെ മിക്സ് ചെയ്തു. ഒരു ഇൻപുട്ട് ഇതുണ്ടായിരുന്ന കുറച്ച് നല്ലതായിരുന്നു. ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ. യൂസ് ഇൻപുട്ട് ബോക്സ് ഫോർ ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സ് ഫോർ ഫംഗ്ഷൻ എഫ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇവിടെ എനും എനിക്ക് ഞാൻ എന്ത് ചെയ്യാം? ഞാനൊരു ഇൻപുട്ട് ബോക്സ് വേറെ ഉണ്ടാക്കുകയാണ്, പണി സിമ്പിളാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് കാണിച്ചു വേണ്ടിയിട്ട്. ഓക്കെ, എന് വേണ്ടിയിട്ട് കേട്ടോ, എനിക്ക് ടൈപ്പ് ചെയ്യാനാണ് സിമ്പിൾ. ഓക്കെ, എ ഞാൻ 0 ഇടുന്നു. അതേപോലെ ഞാൻ ബിന് ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കാം, പണി സിമ്പിളാണ്. ഓക്കെ, ബി. ഓക്കെ, ബിന് ഞാൻ എന്ത് ചെയ്യുന്നു? 0 ഇടുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലാക്കി. ഇപ്പോൾ ഇതാണ് സംഭവം. ഇനിയിപ്പോൾ ഞാൻ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ മാറുമ്പോൾ ഞാൻ പറഞ്ഞു ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് നിങ്ങൾ അല്ലേ? അപ്പോൾ ഞാൻ അതാണ് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെയുള്ളത്, ബി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പുറത്ത്, അപ്പോൾ മേലേക്കും താഴേക്കും. നമ്മൾ 2 ആക്ടിവിറ്റി സെപ്പറേറ്റ് ആയി കണ്ടത് ഒരുമിച്ച് കാണിച്ചു, അത്രയുള്ള സംഭവം. ഓക്കെ,
ഇനി എന്താണ് ഇവർ പറഞ്ഞത്? ക്രിയേറ്റ് എൻ ഇൻപുട്ട് ബോക്സ് ഫോർ ഫംഗ്ഷൻ എഫ്. അപ്പോൾ ഫംഗ്ഷൻ എഫിനൊരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഫംഗ്ഷൻ എഫ്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പേരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഫംഗ്ഷൻ എന്നിട്ട്. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്? ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ 0 ആൻഡ് ബി 4. എന് 0 ഇടാം, ബിന് 4 ഇടാം. ഓക്കെ, അപ്പോൾ എന്താണ് വാല്യൂസ് വരുന്നത്? ഫൈൻഡ് ഫിക്സ് വാല്യൂ ഓഫ് എ അറ്റ് 0 ആൻഡ് ബി. ഓക്കെ, കമ്പയർ ദ ഗ്രാഫ്സ് ജി ഓഫ് എക്സ് വിത്ത് ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്. മക്കളെ, ജി ഓഫ് എക്സും ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് തമ്മിൽ എന്താ വ്യത്യാസം? ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ റെഡ് അല്ലേ, സംശയൻ്റെ ഇവിടെ പോയി കളർ ഓഫ് ആക്കി ഉണങ്ങി നോക്കുക. എന്താണ് എഫ് ഓഫ് എക്സിനെക്കാട്ടും 4 യൂണിറ്റ്സ് 1 2 3 4 യൂണിറ്റ്സ് അപ്വേർഡ് അല്ലേ, ഷിഫ്റ്റഡ് 4 യൂണിറ്റ്സ് അപ്വേർഡ്. ഓക്കെ, അതാണ് സംഭവം. ഓക്കെ, ബി നിങ്ങൾക്ക് നോക്കിയാൽ ആലോചിച്ച് നോക്കുക, 4ലേക്ക് എത്തുമ്പോൾ നിങ്ങൾ മേലേക്ക് പോകുന്ന കാണാൻ പറ്റുമല്ലോ, അത്രയുള്ള സംഭവം. ഓക്കെ, 4 യൂണിറ്റ്സ് അപ്വേർഡ്സിലേക്ക് മൂവ് ചെയ്തു, അതാണ് എഴുതേണ്ടത്. കമ്പയർ വാട്ട് ഈസ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് ആകുമ്പോൾ റെഡ് സാധനം, അതിൻ്റെ ഡൊമൈൻ റേഞ്ച് ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം, കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഡൊമെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ലൈൻ എടുക്കും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മനസ്സിലാക്കാൻ. ഈ എക്സിൻ്റെ അവിടെ എക്സ് ആക്സിലുണ്ട് നിൽക്കുക, നിങ്ങൾ നോക്കുക എക്സ് ആക്സിൽ എവിടെയൊക്കെ 0 1 2 3 4 എവിടെയും ഗ്യാപ്പ് വരില്ല, അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ റിയൽ നമ്പേഴ്സ് ആണ് ഡൊമെയിൻ, റേഞ്ച് ആണ് പ്രശ്നം, റേഞ്ച്. ഓക്കെ, ഈ റേഞ്ച് ഞാൻ ഇവിടെ നിന്ന് ഇതാണ് അൺഡു ചെയ്യാണ്, പെർപെൻഡിക്കുലർ ലൈൻ ഒന്നുകൂടി എടുക്കുകയാണ്, വൈ ആക്സിസും തൊട്ടാണ്. ഓക്കെ ഓക്കെ, ഇവിടെയൊക്കെ ഫംഗ്ഷൻ ഉണ്ട്, ഇൻഫിനിറ്റി മേലത്തെ ഇൻഫിനിറ്റിയും തുടങ്ങി താഴേക്ക് ഉണ്ട്. എവിടെ എത്തുമ്പോൾ നിൽക്കും? 4 എത്തുമ്പോൾ നിന്ന് താഴേക്കുണ്ടോ? പച്ച കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക. പച്ചയല്ല, നമുക്ക് റെഡ് വേണം. ഓറഞ്ച് അല്ലേ റെഡ്, ഈ സാധനം 4 താഴേക്കുണ്ടോ? ഇല്ല, ഫംഗ്ഷൻ ഇല്ല, 4ൻ്റെ മേലേക്കും. അപ്പം വൈ ആക്സിസ് നോക്കുമ്പോൾ 4ന് മേലേക്കേ ഉള്ളൂ ഫംഗ്ഷൻ. അപ്പം എന്താണ് റേഞ്ച് എന്ന് പറയുമ്പോൾ 4 to ഇൻഫിനിറ്റി, ക്ലോസ്ഡ് ബ്രാക്കറ്റ് 4 to ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഡൊമൈനും റേഞ്ചും കിട്ടി. ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂസ് of a and b so that the graphs coincide with the function of the following. Okay, അപ്പം മോഡ് ഓഫ് എക്സ് -5 ആണ് മക്കളെ നമ്മുടെ ഫംഗ്ഷൻ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതായിട്ട് കോയിൻസൈഡ് ചെയ്യണം. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഒരു ഗ്രാഫ് എക്സ്ട്രാ എഴുതുക. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഗ്രാഫ് ഇവിടെ എക്സ്ട്രാ എഴുതുക, അല്ല ആബ്സല്യൂട്ട് ഓഫ് എക്സ് -5 നിങ്ങൾ എഴുതുക. ഓക്കെ, ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ പുതിയ ഈ എക്സ് -5 ആയിട്ട് കോയിൻസൈഡ് ചെയ്യണം. അവിടെ നിങ്ങളൊന്ന് ബുദ്ധി ഉപയോഗിച്ചാൽ മതി. ഒരെണ്ണത്തിൽ 0 ഇടുക, മറ്റേ 5 ഇടുക, വർക്ക് ചെയ്യുന്നുണ്ട്? ഇല്ല. ഇതിൽ 5 ഇടുക, ഇതിൽ 0 ഇടുക, എന് 5 ഇടുക, ബിന് 0 ഇടുക, അത് വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നില്ലേ? എന്നോ മറ്റേ -5 ഇടുക, ഇതിൽ -5 ഇടുക. അപ്പോൾ റെഡി. കോയിൻസൈഡ് ചെയ്തു സാറേ, മനസ്സിലായില്ലേ? ഇതുണ്ടോ? ബേസിക്കലി നിങ്ങൾ കുഞ്ഞു കുട്ടികളായാലും ബിൽഡിംഗ് ബ്ലോക്സ് വരെ നോക്കിയാൽ ഈ റെഡ് ഇതാണ് നമ്മുടെ റെഡ്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നമ്മൾ ക്വസ്റ്റ്യൻ അവർ പറയുക 0 4ലേക്കും ഫിക്സ് ചെയ്യാനല്ലോ പറയും. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ബ്ലൂ ആണ് മോഡ് ഓഫ് എക്സ് -5. ബ്ലൂ ഈ ബ്ലൂ ഇതാണ്, ബ്ലൂ അല്ല പർപ്പിൾ. ഓക്കെ, നമുക്ക് ഈ റെഡിനെ എടുത്തിട്ട് അവിടെ കൊണ്ടുവരണം. അപ്പം നമ്മൾ നിന്ന് ഇതാണ് നമ്മളൊരു JCBൻ്റെ മേലെയാണ് ഇത് കൺട്രോൾ ചെയ്ത് അതിൻ്റെ മേലെ കൊണ്ടുവരണം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഇങ്ങനെ റെഡി. ഓക്കെ, ഇനി എന്ത് ബി വെച്ചിട്ട് താത്തി. ഓക്കെ, താത്തിയാൽ മാത്രം പോലെ ഇനി ഇങ്ങോട്ടേക്കും കൊണ്ടുവരണം. അപ്രോക്സിമേറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾ സ്ലൈഡർ ഉപയോഗിക്കുമ്പോൾ കറക്റ്റ് കിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ B0 A -5 ആണ്. അപ്പോൾ A -5 B0 ആണ് സംഭവം. അതാണ് ഫസ്റ്റ് ആൻസർ. ഇവിടെ x+2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇത് ഹൈഡ് ചെയ്യുന്നു. അടുത്ത് എന്താണ്? ആബ്സല്യൂട്ട് ഓഫ് x+2. അതാണ് നമ്മുടെ ബ്ലാക്ക് അല്ലേ ഗ്രേ. ഇനി ഇവനെങ്ങനെ കിട്ടുക? നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്താൽ മതി. എന് 2ലേക്ക് കൊണ്ടിട്ടാൽ മതി. ഓക്കെ, എയിൽ. അപ്പോൾ നിങ്ങൾ 2.1 എഴുതിയാലും കുഴപ്പമില്ല. 2 ഇട്ട് A2 B0 ഇട്ടാൽ കഴിഞ്ഞു ആൻസർ. ഓക്കെ, മോഡ് ഓഫ് എക്സ് -3. മോഡ് ഓഫ് എക്സ് -3. അപ്പോൾ നിങ്ങൾ എന്താ അത് ഞാൻ പുതിയ ഗ്രാഫ് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ചെക്ക് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ കേട്ടോ. അപ്പോൾ ആബ്സല്യൂട്ട് ഓഫ് എക്സ് ബ്രാക്കറ്റിന് പുറത്തു പോവുക -3. ഓക്കെ, ഇത് നോക്കിയാൽ ഇതെന്താണ്? ഇത് കിട്ടണമെങ്കിൽ നമുക്ക് താത്തണമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് A സെൻറ്ററിൽ തന്നെ ഇതിനെ താത്തണം. ഓക്കെ. അപ്പം എനിക്ക് ഏകദേശം മനസ്സിലായി. A0 B -2. സോറി, ഞാനിവിടെ B ആണ് -2 വരേണ്ടത്. -2 അല്ലേ വരേണ്ടത്? ഇത് കോയിൻസൈഡ് ചെയ്യുന്നില്ല. കുറേ ഗ്രാഫുകളിൽ എൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പച്ച ഞാൻ കളയാണ്. -2 ക്വസ്റ്റ്യൻ എന്തായാലും ഞാനിവിടെ ടൈപ്പ് ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആബ്സല്യൂട്ട് -2 വരുന്നതാണ്. ഇപ്പോൾ കോയിൻസൈഡ്. ഓക്കെ, സംശയമുള്ളവർക്ക് ബി ഞാൻ ഇവിടെ താഴേക്ക് കൊണ്ടുവന്ന് -2ൽ കോയിൻസൈഡ്. അപ്പോൾ 0, -2. ഓക്കെ, അത് കിട്ടി. അപ്പോൾ അടുത്ത ആൻസർ ഓൺലി വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്താണ്? യൂസ് ദി ഇൻപുട്ട് ബോക്സ് ടു ചേഞ്ച് ദ ഡെഫിനേഷൻ ഓഫ് എ ഫംഗ്ഷൻ ടു സ്ക്വയർ റൂട്ട്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ബോക്സ് ഉപയോഗിക്കുന്ന എക്സിൻ്റെ എന്താണ് സ്ക്വയർ റൂട്ട്. അപ്പോൾ SQRT അറിയുമെന്ന് വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആക്കി. ഓക്കെ, നമ്മുടെ ബാക്കിയുള്ള ഗ്രാഫുകൾ ആവശ്യമില്ലാത്ത കളയാം കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെ എഫ് വേണമല്ലോ അല്ലേ, അതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഞാൻ അത് ഹൈഡ് ചെയ്ത് പോയി. ഓക്കെ, തിരിച്ച് നമ്മുടെ ഫംഗ്ഷനിലേക്ക് എത്തി. ഇനി എന്താണ് വേണ്ടത്? ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ വാല്യൂസ് ഓഫ് A and B so that the domain and range of the following function. മക്കളെ 1 to infinity 2 to range. അപ്പോൾ ഡൊമെയിൻ 1 to infinity. അപ്പോൾ നമുക്ക് എക്സ് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നോക്കിയാൽ നമ്മൾ എയും ബിയും നമുക്ക് മാറ്റണം. പക്ഷേ ഫംഗ്ഷൻ നമ്മൾ ചെറുതായിട്ട് മാറ്റണം. ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് പറ്റിയെന്ന് വെച്ചാൽ എഫ് നമ്മൾ മാറ്റിയപ്പോൾ ഇതൊക്കെ
ഈ റൂട്ട് എക്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് റൂട്ട് എക്സ് പ്ലസ് എ പുറത്ത് ബി എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ റൂട്ട് എക്സ്, അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ SQRT ഓക്കെ ഓഫ് എക്സ് പ്ലസ് എ, അത് പറഞ്ഞണം എക്സ് പ്ലസ് 1 അല്ല എക്സ് പ്ലസ് എ എക്സിൻ്റെ കൂടെ പ്ലസ് പുറത്ത് ബി, പുറത്താണ് ബി. ഓക്കെ, പുറത്ത് ബി. ഓക്കെ, ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, ഇനി വർക്ക് ചെയ്യും നമ്മുടെ എയും ബിയും. ഓക്കെ, അപ്പോൾ A0 ബിയും 0 ആണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ നമ്മൾ ആദ്യം തന്നെ പഠിപ്പിച്ചപ്പോൾ എന്താണ് g(x) ആണോ g(x). ഐ എം വെരി സോറി മക്കളെ, ചെറിയ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ SQRT ഓഫ് എക്സ് മാത്രം മതി. ഓക്കെ, SQRT ഓഫ് എക്സ്, നമ്മുടെ SQRT ഓഫ് എക്സ് ഇത് മതി. g(x) ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, g(x) ഉണ്ട്, അത് എയും ബീനും അനുസരിച്ച് മാറിക്കോളും. ഞാൻ അതും നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് സ്ക്വയർ റൂട്ട് പച്ച കളർ. ഇനി എയും ബിയും മാറുന്നതനുസരിച്ച് g(x) മാറിക്കോളും. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് f(x) മാറ്റണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാം, വളരെ സിമ്പിൾ. ഇനി നമുക്ക് എന്താണ് ഡൊമെയിൻ 1 to ∞. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ 1 മുതൽ തുടങ്ങാം, എക്സ് ഇവിടെ. ഓക്കെ, നമുക്ക് സൂം ചെയ്യാം, സ്ക്രോൾ ചെയ്യാം 1. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്, എ ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കി, എ ഇങ്ങോട്ട് നീക്കണം, എ ഇങ്ങോട്ട് നീക്കി എ -1 ആക്കണം. എ -1ഉം ബി എന്താണ് ചെയ്യേണ്ടത്, റേഞ്ച് 2 to ∞, 2 എന്ന് തുടങ്ങാം, 2 മേലേക്ക് 2 നീങ്ങണം, 2 to ∞, അത് 2 ആണ് റെഡി. അപ്പോൾ -1 ഉം 2. ഓക്കെ, -1 ഉം 2 വളരെ സിമ്പിൾ, അത് എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ -3 ∞. അപ്പോൾ നമുക്ക് -3 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ 0 0ലേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. ഇവൻ 0 ഇനി -3 എന്ന് പറയുമ്പോൾ എവിടെ -3 ഇതാ, എനിക്ക് -3 സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. -3 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ 3 കൊടുത്താൽ മതി അല്ലേ, 3 കൊടുത്താൽ മതി. ആൻഡ് ഈ റേഞ്ച് എന്താ 0 to ∞. ഇത് 0 to ∞ ആണുള്ള റേഞ്ച്, 0 എന്ന് മേലേക്കാണ്. ഓക്കെ, അതേപോലെ ഇത് -1 ∞ എന്ന് പറയുമ്പോൾ ഇവിടെ 1 ഇട്ടാൽ മതി. -1 ആണിത്, -1 ഇങ്ങോട്ടേക്കാണ് ഡൊമൈന്. റേഞ്ച് എന്താണ് -2 ആണ്. -2 ആണെങ്കിൽ ഒന്നെങ്കിൽ 2 ഇട്ട് നോക്കാം. അതെ, ഇത് -2 ഉണ്ട്, അപ്പോൾ -2 ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് -2 to മേലേക്ക്. ഇത്രയുള്ള സംഭവം ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മുടെ 2024 ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടി. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇത് 2023 ക്വസ്റ്റ്യൻ ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. sin x വെച്ച് തുടങ്ങുക. നിങ്ങളോട് മാറ്റാൻ പറയുന്നു. എന്തൊക്കെയാണ് കോയിൻസൈഡ് ചെയ്യുന്നത്, cos x ആണോ അല്ല cos x ആയിട്ട് സൈൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു വാല്യൂ ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിക്കുക, ചെയ്യുക, സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഓക്കെ, ഇനി ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൻ്റെ വേറൊരു ക്വസ്റ്റൻ ഉണ്ട്, സാമ്പിൾ ക്വസ്റ്റൻ പേപ്പർ ഓഫ് ഇത് നിങ്ങൾക്ക് നോക്കി വെക്കാം. കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, റെഡി. ഇനി നമുക്ക് എന്താണ് ലാബ് 2. ഓക്കെ, ലാബ് 2 അല്ല, സോറി, ലാബ് 3 ആണ് ഇവിടെ എഴുതാൻ പറഞ്ഞത്. ലാബ് 3 ഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പോൾ നമുക്ക് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഫുൾ പവറിൽ സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത് മക്കളെ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി ചെയ്യാനുള്ളത് ലാബ് 3 ആണ്. ലാബ് 2 എന്ന് എഴുതിയാൽ ലാബ് 3 ആണ്. ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഡൊമൈൻ റേഞ്ച് അത്യാവശ്യം സിമ്പിളാണ്, പക്ഷേ അത് വരച്ച് വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ തോന്നും, പക്ഷേ പെട്ടെന്ന് നമുക്ക് തീർക്കാം. ഓക്കെ, ഇമേജ് എന്താ ബ്ലൂ. ഡൊമൈൻ റേഞ്ച് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തു, നല്ല കാര്യം. ചെക്ക് യുവർ ആൻസേഴ്സ് ഫോളോയിങ് ഗ്രാഫ്സ്. മക്കളെ, ഞാൻ ഇതിൽ ഒരെണ്ണം വരെ എടുത്തിട്ട് വേഗം കാണിച്ചു. ഇതെല്ലാം മെയിൻ ഒബ്ജക്റ്റീവ് ഇവിടെ. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് സൂം ചെയ്യട്ടെ, ബാക്ക് സൂം. ഓക്കെ, നമുക്ക് വേണ്ട ഫംഗ്ഷൻ എന്തൊക്കെ x² + 2 എന്ന് എടുക്കുക. എന്നിട്ട് അതിൻ്റെ എന്താണ് ഡൊമൈനോ റേഞ്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജിയോജിബ്ര എടുക്കുന്നു, കൺട്രോൾ M എടുക്കുന്നു, x² + 2 എഴുതുന്നു, x² + 2 എന്ന് എഴുതുന്നു, x² + 2 എഴുതുന്നു. ഇതിൻ്റെ ഡൊമൈൻ എന്താണ് മക്കളെ? ഇത്രയുള്ള വളരെ സിമ്പിൾ. ഇത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഡൊമൈൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് എല്ലാ ഫംഗ്ഷൻ വാല്യൂസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലായി. വേണം സൂം ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ വേറെ സമയം കളയുന്നില്ല. റേഞ്ച് എന്താണ്? 2 to ∞. അതിന് വേണ്ടിയിട്ട് പെർപെൻഡിക്കുലർ ടൂൾ എടുക്കുക. നിങ്ങൾ ഇത് പെർപെൻഡിക്കുലർ ടൂളായി എക്സ് ആക്സിന് നിൽക്കുക. എക്സ് ആക്സിൽ 0 വാല്യൂ ഉണ്ട്, പോസിറ്റീവ് വാല്യൂസ് എല്ലാണ്ട് മേലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചെരിഞ്ഞു പോകും, ഇങ്ങോട്ട് വരുമ്പോഴല്ല. അപ്പോൾ റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഞാൻ ഒരു ബാക്ക് അടിക്കുന്നു, കമാൻഡ് സെറ്റ്, എന്നിട്ട് ഞാൻ കൺട്രോൾ സെറ്റ്, എന്നിട്ട് ഞാൻ y ആക്സിസ് നിൽക്കുന്നു. എന്നിട്ട് എന്താ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒന്നും വാല്യൂ ഇല്ല സാറേ, ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ എവിടെ നിന്നാണ് 2 to മേലേക്ക് ∞. ഓക്കെ, അത്രയുള്ള സംഭവം. ഓക്കെ, അതിങ്ങനെ ഡൊമൈൻ റേഞ്ചും കണ്ടുപിടിക്കുക. ഞാൻ വേറെ ഈ ക്വസ്റ്റ്യൻ വരാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ബട്ട് ഇത് ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞാൽ ബാക്കിയെല്ലാം കഴിഞ്ഞു. ഓക്കെ, ആബ്സല്യൂട്ട് ഓഫ് x -2 + 3 ആയിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണ്. ആബ്സല്യൂട്ട് ഓഫ് x -2 + 3 ഇതാണ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊന്ന് ഹൈഡ് ചെയ്യാണ്. ഇതിന് ഡൊമൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യും. ഡൊമൈൻ നിങ്ങൾ പെർപെൻഡിക്കുലർ ടൂൾ എടുക്കുക, എക്സ് ആക്സിസ് തൊടുക. ഇവിടെ ഉണ്ട് പോസിറ്റീവ്, ഇങ്ങോട്ടുണ്ട് -3 ഉണ്ട്, റിയൽ നമ്പേഴ്സ് മൊത്തം ഉണ്ട്. ഓക്കെ, റെഡി. ഇനി ഞാൻ പെർപെൻഡിക്കുലർ ടൂൾ എടുക്കാതെ y ആക്സിസ് തൊടുകയാണ്. എനിക്ക് 3 മേലേക്കുള്ള, അപ്പോൾ 3 to ∞ കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം. നിങ്ങൾ വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതെടുക്കാം. ഇതാ 1/x² - 9 അതെടുക്കാം. ഓക്കെ, 1 ബ്രാക്കറ്റ് ഇടുന്നു, x⁻² - 9. ഓക്കെ, അമ്മോ ഭയങ്കര ഗ്രാഫ്. ഓക്കെ, എൻ്റർ അടിക്കുന്നു, മറ്റേത് ഹൈഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡൊമൈൻ നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എക്സ് ആക്സിസിൽ നോക്കിയിട്ട് നിങ്ങൾ പെർപെൻഡിക്കുലർ ടൂൾ എടുക്കുക. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, ശ്രദ്ധിക്കുക കേട്ടോ.
ഡിനോമിനേറ്റർ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഡൊമൈൻ എക്സ് +3 -3 അല്ല. ഓക്കെ, പക്ഷെ എന്നാലും കാണിച്ചില്ല. എക്സ് ആക്സിസ് നിങ്ങൾ നിൽക്കുന്നു, നിങ്ങൾക്ക് ഇതാ ഇവിടെ എക്സ് 0 1 ഉണ്ട് 2 ഉണ്ട് 3 എത്തുമ്പോൾ പെട്ടെന്ന് എക്സിൻ്റെ അവിടെ മേലേക്കും താഴെയും ഗ്രാഫില്ല അല്ലേ. അതേപോലെ -3 എവിടെയില്ല, ബാക്കി എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മൊത്തം നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മൊത്തം നമ്പേഴ്സ് ഉണ്ട്. ഞാൻ അതേപോലെ റേഞ്ചാണ് പിടിക്കണമെങ്കിൽ വൈ ആക്സിസിൽ കൊണ്ടുവെക്കാം. വൈ ആക്സിസ് എന്തായാലും 0 എല്ലാം ഉണ്ട്, പോസിറ്റീവ് വാല്യൂസ് മൊത്തം ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ ഇല്ല അല്ലേ, ഇവിടെ എത്തുമ്പോൾ ഒരു പ്രശ്നം അല്ലേ, വൈ 0 ആവുന്നില്ല അല്ലേ. അപ്പം നോക്കിയേ, ഇവിടെ വാല്യൂ ഇല്ല. ഇവിടെ ഈ സാധനം ഇങ്ങനെ വളഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു, 0 ടച്ച് ചെയ്യുന്നില്ല. ഇവിടെ ഇയാൾ ടച്ച് ചെയ്യുന്നത്, അപ്പോൾ റിയൽ നമ്പേഴ്സ് -0 അല്ലേ. ഇയാളും എന്താണ് ഈ 0 ടച്ച് ചെയ്യുക. അപ്പോൾ 0ൻ്റെ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ 0ൻ്റെ അവിടെ ഇല്ല, റിയൽ നമ്പേഴ്സ് -set(0), അതാണ് സംഭവം. ഓക്കെ, ഈ √4 - 6 കൂടി ചെയ്തേക്കാം. ഓക്കെ, SQRT 4 - x. ഓക്കെ, ഇതാണ് 4 - x സ്ക്വയർ റൂട്ട്. ഡൊമെയിൻ മക്കളെ വളരെ സിമ്പിളാണ്. പെർപെൻഡിക്കുലർ ടൂൾ പെർപെൻഡിക്കുലർ ടൂൾ എടുത്തു, ഞാൻ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നു. 4 -∞ to 4 ആണ് വരുന്നത്. ഓക്കെ, അത് കാര്യം ശ്രദ്ധിക്കുക. ഇനി പെർപെൻഡിക്കുലർ ടൂൾ എടുത്തിട്ട് വൈ ആക്സിൽ ടച്ച് ചെയ്താൽ 0 മേലേക്കുള്ളൂ, അത്രയുള്ള സംഭവം. ഓക്കെ, ആ ഗ്രാഫ് കിട്ടി. അപ്പോൾ ഇങ്ങനെ എല്ലാ ഗ്രാഫും നിങ്ങളങ്ങ് ചെയ്യാം. ഇതാണ് നമ്മൾ ആക്ടിവിറ്റി 3.1. ഇനി ആക്ടിവിറ്റി 3.2 നോക്കുക, റാഷണൽ ഫംഗ്ഷൻസ്. റാഷണൽ ഫംഗ്ഷൻസിലേക്ക് വരുമ്പോൾ എന്തായാലും പറയാം, ഇതാണ് ഇവിടെ നിന്നാണ് മെയിൻ തുടങ്ങുന്നത്. അടുത്ത പേജാണ് ശരിക്കും വരുന്നത്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് x² - 4 ഡിവൈഡ് ബൈ x - 2 റൈറ്റ് ദ ഡൊമൈൻ. ഡൊമൈൻ എന്ന് പറയുമ്പോൾ x ≠ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം അറിയില്ലെങ്കിൽ നമുക്ക് ഇത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ എഴുതി വെക്കുക, ഇവിടെ ടൈപ്പ് ചെയ്യുക താഴെ x², ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, ബ്രാക്കറ്റ് x² - 4 ബ്രാക്കറ്റിനെ പുറത്തേക്ക് വരുന്നു, ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് x - 2. ഇതാണ് കണ്ട ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് നമുക്കറിയാം. പക്ഷേ x2 ആകുമ്പോൾ ഇവിടെ നോട്ട് ഡിഫൈൻഡ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് കാണണം, പക്ഷെ ഇവിടെ കാണിക്കുന്നില്ല അല്ലേ, കാണിക്കുന്നില്ല. കുഴപ്പമില്ല, ആയിക്കോട്ടെ. ഇനി ഓൺ ഗ്രാഫിക്സ് 2 ഡ്രോ ദ ഗ്രാഫ് ഓഫ് x + 2. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്സ് 2 എന്ന് പറയുമ്പോൾ നിങ്ങൾ വ്യൂവിൽ പോവുക, മേലെ മെനു ബാറിൽ വ്യൂവിൽ പോവുക, ഗ്രാഫിക്സ് 2 പോവുക. ഓക്കെ, ഇനി ഇവിടെ എന്താ, നിങ്ങൾ വെറുതെ മൂവ് ടൂൾ വെറുതെ ഇവിടെ നിൽക്കുക, എന്നിട്ട് എന്താണ് x + 2 വരയ്ക്കാൻ പറഞ്ഞു. x + 2 എൻ്റർ ചെയ്തു, വന്നു. ഇവിടെ x + 2 വന്നു, അപ്പുറത്ത് എന്താണ് ഇത് വന്നു. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് രണ്ട് സെയിം ആണോ എന്ന് ചോദിക്കുകയാണ്. ഐഡൻറ്റിക്കലി കാണുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്കറിയാം ഈ f(x) എന്ന് പറഞ്ഞാൽ g(x) എന്ന് പറഞ്ഞാൽ f(x) സിംപ്ലിഫൈഡ് വേർഷൻ, കട്ട് ചെയ്ത് റാഷണലൈസ് ചെയ്ത്, ഓക്കെ, ഫാക്ടറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഒബ്സർവ് എഫും ജി സെയിം ആണോ, അല്ല, നമുക്കറിയാം. ക്രിയേറ്റ്സ് എ സ്ലൈഡർ എ. അപ്പോൾ അത് എവിടെയാണ് എഴുതേണ്ടത്, അതായത് എവിടെ വേണമെങ്കിൽ എന്തായാലും കുഴപ്പമില്ല അല്ലേ. സ്ലൈഡറിനെ എടുക്കുന്നു, ഇവിടെ കൊണ്ട് ഇടുന്നു, എ എന്ന് ഇടുന്നു. ഇൻക്രിമെൻറ്റ് കൊടുക്കാത്തതുകൊണ്ട് ഞാൻ 0.1 എന്ന് ഇടുന്നു. ഓക്കെ, 0.1. ഓക്കെ, കൊടുത്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇൻ ഗ്രാഫിക്സിൽ വ്യൂ പോയിന്റ് a, f(a), ബി ഗ്രാഫിക്സ് വരുന്നത് b, g of a. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് എയിൽ ഞാൻ നിൽക്കുന്നു, എന്നിട്ട് എന്താണ് ഒരു പോയിന്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എന്താണ് a, f(a). ഓക്കെ, അതിട്ടു. ഇനി ഞാൻ ബി ഒന്ന് നെക്കി, എന്നിട്ട് എന്താണ് ഗ്രാഫിക്സ് വരുന്നത് b, എന്താണ് a, g of a. ഓക്കെ, അത് മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് രണ്ട് മാർക്ക് ചെയ്തു. അപ്പോൾ എ മാറുന്നതിനനുസരിച്ച് രണ്ട് മാറുന്നുണ്ട്, ഡിങ്ക കഴിയും, അത് കിട്ടി. ചേഞ്ച് ദ വാല്യൂ ഓഫ് എ, വി ക്യാൻ ഒബ്സർവ് ദ പോയിന്റ്സ്. വാട്ട് ഹാപ്പൻസ് വെൻ ദ മൂവ് എ റീച്ചസ് A2 ആകുമ്പോൾ. അപ്പോൾ A2 ആകുമ്പോൾ ഞാനൊരു ഇൻപുട്ട് ബോക്സ് ഇടാണ്. അത് എനിക്ക് ഭയങ്കര പണിയാണ്. ഇൻപുട്ട് ബോക്സ് ഇടാണ്, എന്താണ് എ എന്ന് പറഞ്ഞിട്ട് ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എന്നാണ് എ. അപ്പോൾ ഞാൻ 2 ഇടും, സ്ലൈഡ് ചെയ്ത് എനിക്ക് അവിടത്തേക്കാണ്. A2 ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വലിയ സംഭവം സംഭവിക്കുന്നില്ല. നിങ്ങൾ നോക്കിയാൽ എ എന്ന കോർഡിനേറ്റ്സ്, നമ്മുടെ ഈ ഫസ്റ്റ് ഗ്രാഫിലെ കോർഡിനേറ്റ്സ് ക്വസ്റ്റ്യൻ മാർക്ക്. ബീൻ്റെ കോർഡിനേറ്റ്സ് എന്താണ് 2 + 2 4 കിട്ടി. എന് കോർഡിനേറ്റ്സ് കാണുന്നില്ല, x2 ആകുമ്പോൾ ഇവിടെ വരേണ്ടതല്ലേ, കാണുന്നില്ല. എന്താ കാരണം, ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ x = 2. അത്ര എഴുതിയാൽ മതി. ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് അത്രയുള്ള സംഭവം, ഭയങ്കര സിമ്പിൾ. വാട്ട് ഡു വി ഇൻഫർ, ദാറ്റ് രണ്ട് ഈക്വൽ അല്ല, കമൻറ്റ് ഓൺ ഇറ്റ്. എക്സ് ഫസ്റ്റിൽ 2 ഡിഫൈൻഡ് അല്ല. ഓക്കെ, പീസ് വൈസ് ഫംഗ്ഷനിലേക്ക് വരാം. മുമ്പത്തെ പേജിലേക്ക് പോകാം. ഓക്കെ, മുൻപത്തെ പേജിലേക്ക് പോട്ടെ. ഓക്കെ, സൂം ചെയ്ത് കാണിച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കുറച്ച് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും ടഫായ ക്വസ്റ്റൻ എക്സാം ചോദിക്കില്ല. 2-3 ബേസിക്കലി പീസ് വൈസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ഈ ഒരു പീസിൻ്റെ ഒരു ഫംഗ്ഷൻ, ഈ 2-നേക്കാളും ചെറുതാകുമ്പോൾ ഒരു ഫംഗ്ഷൻ, 2-നേക്കാളും വലുതാകുമ്പോൾ വേറെ ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ നോക്കിയാൽ ഇവർ പറഞ്ഞ 2-3 രീതി ചെയ്യാം. ഇഫ് -1 is less than or equal to x less than or equal to 2. അപ്പോൾ -1-ഉം 2-ൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഫംഗ്ഷൻ x² തരാൻ പറഞ്ഞു. അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, x² -1 2 ഇങ്ങനെ ടൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അതൊരു രീതി. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഫംഗ്ഷൻ എന്താണ് ബ്രാക്കറ്റിൽ x² given (1 -1 to 2) എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ രണ്ടും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഇവിടെ -1 less than or equal to x ഇഫ് കൊടുക്കണം, ഇഫ് കണ്ടീഷനിൽ. ഓക്കെ, അപ്പോൾ ഇവന്മാരെയൊക്കെ ഞാൻ ഒന്ന് ന്യൂ എടുക്കട്ടെ കേട്ടോ. ന്യൂ വിൻഡോ വേണമെങ്കിൽ ന്യൂ മതി. ന്യൂ വേണ്ട. ഞാൻ ഇഫ് കണ്ടീഷൻ ഗ്രാഫിക്സ് 2 വേണ്ട, ഞാൻ ഇഫ് കൊടുക്കുന്നു.
ഇനി എന്താണ് 1 ലെസ് ദാൻ ഈക്വൽ ടു സെപ്പറേറ്റ് എടുക്കണം. ഓക്കെ, -1 ആണെന്ന് തോന്നുന്നു അല്ലേ. -1 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 2 ആണെന്ന് തോന്നുന്നു. എന്താണ് ഫംഗ്ഷൻ എന്താണ് x². അപ്പോൾ ഫംഗ്ഷൻ എന്താണ് ബേസിക്കലി x² മൊത്തം ഫംഗ്ഷനിൽ -1ഉം 2 മാത്രം മതി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് x² എന്നുള്ള മൊത്തം ഫംഗ്ഷൻ എന്ന് കാണിച്ചാൽ ഇങ്ങനെ ഉണ്ടോ. ഇങ്ങനെയുള്ള ഫംഗ്ഷനിൽ നമുക്ക് എന്താണ് ഈ ഭാഗം മാത്രം വന്നു. ഓക്കെ, അത്രയാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ് ഒരു വള്ളി ഇങ്ങനെ ചാടി നിൽക്കുന്നത്. ഓക്കെ, വെറുതെ നിൽക്കുന്നു. ഓക്കെ, -1ഉം 2ൻ്റെ ഇടയ്ക്ക് ഇതാണ് ഫംഗ്ഷൻ. ഓക്കെ, അത്രയുള്ള സംഭവം. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി അത് -1 ഒരു ഇൻ്റർവെൽ. അപ്പോൾ നമ്മുടെ 4, 5, 6 എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് ഏറ്റവും നല്ലത്. ഇനി ഇതേപോലെ തന്നെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം. ഫംഗ്ഷൻ എന്ന് കൊടുത്തിട്ട് നമുക്ക് x². ഈ ബ്രാക്കറ്റ് സ്ക്വയറിന് പകരം സർക്കുലർ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഫംഗ്ഷൻ x² -1, 2 എന്ന് കൊടുക്കാം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടുന്നു. നമ്മളെന്താ ചെയ്യുന്നത് x² ആണ് ഫംഗ്ഷൻ -1, 2. അതും കിട്ടി. അതും സെയിം സാധനം കിട്ടുന്നുണ്ടല്ലോ. സെയിം സാധനം കിട്ടി. ജിങ്ങ ജിക്ക. ഓക്കെ, അതും കിട്ടി. അങ്ങനെ ചെയ്യാം. അതൊരു ഫംഗ്ഷൻ കമാൻഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാനത് പൊതുവെ ഉപയോഗിക്കാറില്ല. അതിനെക്കാട്ടും ഇനി നോക്കിയേ, ഇനി നമുക്ക് പീസ് വൈസ് കൊടുക്കണം. x2ൻ്റെ ഇപ്പുറത്ത് വേറെ 2ൻ്റെ അപ്പുറത്ത്. അപ്പോൾ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ x², x ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ 2x, അങ്ങനെയുള്ള ഫംഗ്ഷൻ കൊടുത്തു. അപ്പോൾ അത് ഇവിടെ കൊടുത്ത സെയിം കോഡാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ഇതിൽ 1ഉം 4 അല്ലെ 1ഉം 3 ഓരോ സൈഡും ഓരോന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇവിടെ 1 ചെയ്ത് മനസ്സിലാം. അപ്പം നമ്മുടെ ഫംഗ്ഷൻ എന്താണ് വേണ്ടത്. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ x² എന്ന് പറഞ്ഞു. അപ്പം ഇഫ് x ലെസ് ദാൻ ഈക്വൽ ടു 2 എന്നാണ് x². ഓക്കെ, അപ്പോൾ അത് കിട്ടി. കോമ കഴിഞ്ഞില്ല. ഇനി x ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ 2x + 1 കഴിഞ്ഞില്ല. ആ ക്വസ്റ്റ്യൻ്റെ ബാക്കി ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടേക്ക് ആരോ കൊണ്ടുവരട്ടെ. ഓക്കെ, കോമ x ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ്റെ കോമ ഇടുന്നു 2x + 1 അല്ലേ. 2x + 1. ഇതിലൊരു പ്രശ്നമുണ്ടല്ലോ. പ്രശ്നമൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ ഫംഗ്ഷൻ കാണുന്നില്ല. അപ്പോൾ നോക്കിയാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ഇവിടെ 2 വരെ ഇങ്ങനെയാണ് ഫംഗ്ഷൻ, 2 കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഫംഗ്ഷൻ. ഓക്കെ, അത് നമ്മൾ കിട്ടി. അടുത്ത ഫംഗ്ഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇതൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, 1, 2, 3 നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാമെന്നാണ്. ലെസ് ദാൻ ആകുമ്പോൾ ലെസ് ദാൻ ഇടാൻ മാർക്ക് ചെയ്തു കേട്ടോ. ഇത് നമ്മുടെ റേഞ്ചിനുള്ളിൽ ഇൻ്റർവെൽ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ രീതിയിൽ. ഓക്കെ, ഇഫ് ഇതിൻ്റെ ഇടയ്ക്ക് x, ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ -2, 1 അത് ഞാൻ ചെയ്യുന്നില്ല. -1, 2 ഇത് ചെയ്യാം. ഓക്കെ, ഇഫ് സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു. സ്ക്വയർ ബ്രാക്കറ്റ് -1 ലെസ് ദാൻ ഈക്വൽ ടു x ലെസ് ദാൻ ഈക്വൽ ടു 2, 1/x. അപ്പോൾ എന്താണ് 1/x എന്നുള്ള ഗ്രാഫ് നമ്മൾ -1ഉം 2ൻ്റെ ഇടയ്ക്ക് മാത്രം വരച്ചു. അത്രയുള്ള സംഭവം ബേസിക്കലി. ഓക്കെ, ഇനി അത് പീസ് വൈസ് ഫംഗ്ഷൻ നിങ്ങൾ ബേസിക്കലി പഠിച്ചു. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് വരിക. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനൊന്നും എക്സാം നിങ്ങൾ ചോദിക്കില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിൻ്റെ ഐഡിയ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയായിട്ട് മക്കളെ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്തില്ലെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ 1 മണിക്കൂർ മുമ്പേ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം സാധനം മ്യൂട്ടിലായിരുന്നു. വീണ്ടും സെയിം സാധനം ചെയ്യണം. അപ്പോൾ പ്ലീസ് കുറച്ച് സപ്പോർട്ട് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിത് ആദ്യത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത്. ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നില്ല. അപ്പോൾ എനിക്കിത് ആക്ച്വലി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ തന്നെ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു സപ്പോർട്ടൊക്കെ തരാം, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എയും ബി ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കി സി ഡി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ കറക്റ്റ് ആണോ എന്ന് കമൻറ്റ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, ഇത് കുറച്ച് മോഡൽസും വരുന്നുണ്ട്. നിങ്ങൾക്ക് സൈൻ എക്സ് ആണോ വരുന്നത്? അല്ല, നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സംഭവമാണ് വരുന്നത്. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് വരാം. ഇതെന്താ സംഭവം? ഇത് ബേസിക്കലി x² ഗ്രാഫ് 1 വരെ ഉണ്ട്. 1 കഴിഞ്ഞിട്ട് എന്താണ് ഫ്ലോർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം നമുക്ക് എഴുതാം. ഞാൻ ഇവിടെ എഴുതാണ്. ഇഫ് നമുക്ക് 1ൻ്റെ അപ്പുറത്തല്ലേ. അപ്പോൾ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നമുക്ക് എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നമുക്ക് എന്തായാലും x², x ഗ്രേറ്റർ ദാൻ ശരിക്കും പറഞ്ഞാൽ പിന്നൊന്നും കൊടുക്കണ്ട. കാരണം ഇഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ കണ്ടീഷൻ ഒന്നും ബാക്കിയുള്ള പങ്ക് വെറുതെ ഇട്ടാൽ മതി. ഓക്കെ, ബാക്കിയുള്ള ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ എന്താണ് പറഞ്ഞത് നമുക്കറിയാം. ഫ്ലോർ എന്താണ് അതർവൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കില്ല. എന്താണ് നമുക്ക് ഫ്ലോർ x ഇട്ടാൽ മതി വെറുതെ. അപ്പം ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. അതർവൈസ് ഫ്ലോർ ഓഫ് എക്സ് ഫ്ലോർ ഓഫ് എക്സ് ഇട്ടാൽ മതി. കാരണം എന്താണ് കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് കുറച്ച് ഐഡിയ ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. 1നെക്കാളും ലെസ് ആണെങ്കിൽ ഇതാണ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ എൽസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇതായിക്കോളും. പക്ഷെ നമുക്ക് ബാക്കി എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കൊടുക്കാം. അപ്പം സെക്കൻഡ് കണ്ടീഷൻ x ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എന്താണ് ഫംഗ്ഷൻ ഫ്ലോർ
ഓക്കെ ഇപ്പോൾ റെഡി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് 9, എക്സ് ഗ്രേറ്റർ ദാൻ 9, സെറ്റ്, സിമ്പിൾ. ഓക്കെ, ഇനി ഈ സംഭവമാണ് കുറച്ച് ട്രിക്കി. അപ്പോൾ ഇത് എനിക്ക് നിങ്ങളുടെ കുറച്ച് ഹെൽപ്പാണ്, നിങ്ങളൊന്ന് കമൻറ്റിൽ ഹെൽപ്പ് ചെയ്യണം. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നും ചോദിക്കില്ല. ബേസിക്കലി ഇതിൻ്റെ ഐഡിയ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഫ്ലോർ ഫംഗ്ഷൻ, ഫ്ലോർ ഫംഗ്ഷൻ ഇവിടെ വരും 1 വരെ, 1 നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോർ ഫംഗ്ഷൻ, -1 എന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോർ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ ജിഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, പക്ഷെ അതിൻ്റെ മേലേക്കാക്കി. അപ്പോൾ നമുക്ക് അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മൈനസ് കൊടുക്കാം, അല്ലെങ്കിൽ കാരണം എല്ലാം നെഗറ്റീവ് ആയിരിക്കും, അതിൻ്റെ മൈനസ് കൊടുക്കാം, മൈനസ് ഓഫ് ഫ്ലോർ ഫംഗ്ഷൻ, അല്ലെങ്കിൽ മോഡുലസ് ഫ്ലോർ ഫംഗ്ഷന് മേലെ മോഡുലസ് ഇടാം. അപ്പം ഇങ്ങനെ ആയിക്കോളും. നമ്മുടെ ഐഡൻറ്റിറ്റി ഗ്രാഫ് ഇങ്ങനെയുള്ളത് ഇങ്ങനെ ആവില്ലേ, അപ്പം നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ ആവില്ല, ഇങ്ങനെയുള്ള സാധനം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് മേലേക്ക് വെക്കാം. നടുക്കിൽ എന്താണ് -1 1ൻ്റെ അടുക്കുന്നതാണ് x². ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഈ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇഫ് നമുക്ക് ഏറ്റവും ലെഫ്റ്റ് തുടങ്ങാം. ഓക്കെ, ഏറ്റവും ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ സൈഡ് അല്ലേ. ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ 1. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് മൈനസ് ഫ്ലോർ എന്ന് ട്രൈ ചെയ്യാം, മൈനസ് ഫ്ലോർ ഓഫ് എക്സ്. ഓക്കെ, അത് റെഡി. പക്ഷേ എക്സ് മൈനസ്, ഓക്കെ, ആ കണ്ടീഷൻ -1 വർക്ക് ചെയ്തില്ല. ലെസ് ദാൻ ഓർ -1, അതാണ് -1. ഓക്കെ, -1 വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരെ വരുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താ പ്രശ്നം, ഇത് മേലേക്ക് ഒരെണ്ണം നീങ്ങിപ്പോയി അല്ലേ, അപ്പോൾ ഞാൻ ഫംഗ്ഷൻ ഇപ്പോൾ ബേസിക്കലി എന്താ, ഈ 2-ലല്ലായിരുന്നു വര വരേണ്ടത് അല്ലേ, നമ്മുടെ ഇവിടെ 2-ലല്ല 1 വരെ വരണം അല്ലേ, ഈ വര വരണം. ആ വര വരണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫംഗ്ഷൻ ചെറുതായിട്ട് മാത്രം, നിങ്ങൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ഇവിടെ -1 ചെയ്താൽ വർക്ക് ചെയ്യുമോ, അല്ല വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ഒരു -1 ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് y വാല്യൂ മാറ്റേണ്ടത്. നിങ്ങൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ആണ്, പ്ലീസ് ഡോണ്ട് സ്കെയർ. ഓക്കെ, മൈനസ് ഓഫ് ഫ്ലോർ ഫംഗ്ഷൻ -1 ആണ് ശരിക്കും. ഓക്കെ, അത് കിട്ടി കഴിഞ്ഞില്ല. ഇനി ആ ബ്രാക്കറ്റ് കോമ എഴുതുന്നു. ഇനി നമുക്ക് എന്താണ് എക്സ് ലെസ് ദാൻ 1. ഇനി -1 to 1 എഴുതണ്ട. ഓക്കെ, ഇനി ഇങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട് സാറേ -1 എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് നിങ്ങൾ x² ഇടുമ്പോൾ പണിയായിരിക്കും. ഓക്കെ, കോമ. ഓക്കെ, അതിട്ടു. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1, വീണ്ടും എന്താണ് ജിഫില് നമ്മുടെ ഫ്ലോർ ഓഫ് എക്സ്. ഓക്കെ, ഇങ്ങനെ വേണേൽ കൊടുക്കാം. ഇങ്ങനെ കഷ്ടപ്പെട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് -1 x എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ അതല്ലാണ്ട് ഒരു സിമ്പിൾ മെത്തേഡും കൂടി ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ ഗ്രാഫ് കിട്ടി. ഓക്കെ, എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണ്ടി വന്നില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മ്യൂട്ട് ടൈപ്പ് റെക്കോർഡ് ചെയ്തപ്പോൾ ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇത് കുറച്ച് പണിയാട്ടോ ഇങ്ങനെ കണ്ടുപിടിക്കാൻ. ഇങ്ങനെ ഞാൻ ചെയ്തു. ചിലപ്പോൾ ഇതല്ലാണ്ട് മെത്തേഡ് ഉണ്ടാവും കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ -1 to x എന്ന് എഴുതേണ്ട ആവശ്യമില്ല, എക്സ് ലെസ് ദാൻ 1 എഴുതിയാൽ മതി. ഞാൻ ഈ സെയിം സാധനം കുറച്ചുകൂടി സിമ്പിളായിട്ട്, ഈ കോഡ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ എഴുതുന്ന മൊത്തം, ഞാൻ കുറച്ചുകൂടി സിമ്പിളറായിട്ടുള്ള കോഡ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ശ്രദ്ധിച്ചോ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇഫ് ഓക്കെ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു -1 എന്താണ് ഫംഗ്ഷൻ, ഞാൻ ആദ്യം ട്രൈ ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ മോഡുലസ്, ഓക്കെ, ആബ്സല്യൂട്ട് ഓഫ് ഫ്ലോർ, ഓക്കെ, ആബ്സല്യൂട്ട് ഓഫ് ഫ്ലോർ ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഏകദേശം സെയിം സാധനം കിട്ടിയല്ലോ. ശരി, -1 കൂടി വരണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് ചെറിയൊരു തെറ്റായില്ലാണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻ കൂടെ, അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല. എന്താണ് നമുക്ക് ഫ്ലോർ ഓഫ് എക്സ് -1. ഓക്കെ, അത് വന്നു. ഇനി കോമ. ഇനി എക്സ് -1 നോക്കണ്ട. ഇനി എന്താണ് എക്സ് ലെസ് ദാൻ 1 നോക്കിയാൽ മതി. കാരണം -1 ഇപ്പുറത്തേക്കുള്ള സെറ്റായി. ഓക്കെ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് ലെസ് ദാൻ 1 ആക്കാം. എന്താണ് അപ്പോൾ നമുക്ക് x² വേണം ഇവിടെ. ഓക്കെ, ഇനി അടുത്തത് ഇനിയും ബാക്കി എഴുതണ്ടേ, ഈ ബാക്കിയുള്ളത് നമുക്ക് അങ്ങോട്ടേക്കല്ല. അപ്പോൾ നമ്മൾ വെറുതെ കോഡ് എഴുതിയാൽ മതി. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എക്സ് നമുക്ക് എന്താണ് ഇവിടെ ബാക്കി എന്താണ് ഫ്ലോർ ഓഫ് എക്സ്. ഓക്കെ, ഈ സെയിം സാധനം അല്ലേ ഇത്. ഓക്കെ, ഇവിടെ ഞാൻ എഴുതിയതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. മോഡ് ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ മൈനസ് ഫ്ലോർ എഴുതിയില്ല. ഓക്കെ, സെയിം സംഭവം കിട്ടി. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും കോഡ് കുറച്ചുകൂടി വളരെ ചെറുത്. ആ കോഡും ഈ കോഡും സെയിം സാധനം തരുന്നു, പക്ഷേ കോഡ് ചെറുതാണ്. ഓക്കെ, നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്തോ. ഓക്കെ, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് ഇതൊക്കെ ഹെൽപ്ഫുള്ളാണ്. ബാക്കിയുള്ള നിങ്ങളങ്ങ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, ഇനി കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻസ് ആൻഡ് ഡൊമെയിൻ. മക്കളെ, ഇത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് തരും, നിങ്ങൾ വരയ്ക്കുക, ഡൊമെയിൻ റേഞ്ചും കണ്ടുപിടിക്കും. വളരെ സില്ലി ഗെയിംസ്. ഓക്കെ, സില്ലി ഗെയിംസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഞാൻ വരച്ചുതരാം. ഇത്രേ ഉള്ളൂ. 2x² -8x + 5. 2x² -8x + 5 ഇതാ ഇവനാണ് സാധനം. ഡൊമെയിൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലായി എന്താ ചെയ്യേണ്ടത്, പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുക, എക്സ് ആക്സിൽ ടച്ച് ചെയ്യുക. ഇവിടെ നിന്ന് നെഗറ്റീവ് വാല്യൂസിലേക്കൊക്കെ ഉണ്ട്, പോസിറ്റീവ് വാല്യൂ. നിങ്ങൾ സൂം ഔട്ട് ചെയ്ത് നോക്കുക, സൂം ഔട്ട് ചെയ്തുകൊണ്ടോ എല്ലാ വാല്യൂസും ഉണ്ട്. ബേസിക്കലി എന്താണ് ഇത്, ഡൊമെയിൻ പ്രശ്നങ്ങളൊന്നുമില്ല, റൂട്ടും ഇല്ല, ഇതുമില്ല, അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഡൊമെയിൻ റിയൽ നമ്പേഴ്സ് റേഞ്ച് നോക്കണം. എന്താണ് ചെയ്യേണ്ടത്, പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുക, y ആക്സിസ് തൊടുക.
പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുക, വൈ ആക്സിസിന് തൊട്. ഓക്കെ, ഏറ്റവും താഴെ -3 അല്ലേ, -3 എന്ന് മേലേക്ക് ഉള്ളത്, -3 to ഇൻഫിനിറ്റി കഴിഞ്ഞു, -3 to ഇൻഫിനിറ്റി കഴിഞ്ഞു. അതേപോലെ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങ് ചെയ്യാം. ഓക്കെ, ഡ്രോ ദ ഫംഗ്ഷൻ ഓഫ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കണം, ഇത് വരയ്ക്കാം. 2x - 2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ്. മോഡുലസ് ഓഫ് എക്സിലെ ഫ്ലോർ ഫംഗ്ഷൻ ജിഫ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ടൈപ്പ് ചെയ്യാറ്. 2x - 2 ഇൻറ്റു ആബ്സല്യൂട്ട് അല്ല, സോറി, ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എക്സ്, ഫ്ലോർ ഓഫ് എക്സ്. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, മറ്റേ ഹൈഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ. ഇതിൻ്റെ ഡൊമൈൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡൊമൈൻ വളരെ സിമ്പിളാണ്. എക്സ് ആക്സിലും നിൽക്കുക. ഓക്കെ, എല്ലായിടത്തും ഉണ്ട് അല്ലേ, 0 to 1 2 3 4 5 6 എല്ലാത്തിലും ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഡൊമൈൻ പ്രശ്നമൊന്നുമില്ല. ഈ റേഞ്ച് എന്താണ്? റേഞ്ച് ശ്രദ്ധിക്കുക. റേഞ്ച് നിങ്ങൾ വൈ ആക്സിലും തൊടുക. ഓക്കെ, 0 മേലേക്കുള്ളൂ, 0 to 2 ഉള്ളൂ അല്ലേ, 0 to നിങ്ങൾ കണ്ടോ, 0 2 ഉള്ളൂ, അതിന് മേലേക്കില്ല. അപ്പോൾ 0 to 2 ക്ലോസ്ഡ് ഇടുക. ഓക്കെ, അത്രയുള്ള സംഭവം. അതേപോലെ ഇത് സെയിം സംഭവങ്ങൾ 3 കിട്ടും, 0 to 4 കിട്ടും, സെയിം ഫംഗ്ഷൻ. ഓക്കെ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഫൈൻഡ് ഇറ്റ് ഡൊമൈൻ x² - 16. അപ്പോൾ നമ്മൾ എടുത്തെഴുതുന്നു SQRT. ഓക്കെ, SQRT x² - 16. ഓക്കെ, ഇവിടെ ഡൊമൈൻ റേഞ്ച് നിങ്ങളൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ. ഓക്കെ, ഞാനിവിടെ x² - x⁻16 പോയി ടൈപ്പ് ചെയ്തൊക്കെ നിങ്ങൾ കറക്റ്റാണെന്ന് ഉറപ്പിക്കുക. √x² - 16. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്വയർ റൂട്ട് വരുന്നത്. ഓക്കെ, എന്താണ് മക്കളെ ഡൊമൈൻ? നിങ്ങൾ നോക്കുക. ഡൊമൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൊമൈൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങോട്ട് സാധനം കേട്ടോ. നിങ്ങളിത് മാത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നപ്പോൾ കൊളയാൻ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഓൾജിബ്രിക് വ്യൂ ഒന്ന് ചെറുതാക്കട്ടെ. ഇങ്ങനെ വളർത്തുന്നുണ്ടോ സാറേ 4 to ഇൻഫിനിറ്റി ഉള്ളൂ? അല്ല, 4 to ഇൻഫിനിറ്റി അല്ല. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും 4 ഇൻഫിനിറ്റിയിലേക്ക് ഡൊമൈൻ ഉണ്ട്. അതേപോലെ എന്താണ് -∞ 4ലേക്ക്. അപ്പം ഒന്നെങ്കിൽ റിയൽ നമ്പേഴ്സ് -4,4 ഓപ്പൺ ബ്രാക്കറ്റ് ഇടണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം എഴുതാം. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണം. റിയൽ നമ്പേഴ്സ് ഓപ്പൺ ബ്രാക്കറ്റ് -4 എന്ന് എഴുതാം. ഇങ്ങനെ വേണം എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? -∞ to 4 യൂണിയൻ 4 to ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ അത് ക്ലോസ്ഡ് ആയിരിക്കും. ആ രണ്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡൊമൈൻ റേഞ്ച് എന്താണ്? റേഞ്ച് 0 to ഇൻഫിനിറ്റി അല്ലേ. നിങ്ങൾ പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുക. ഓക്കെ, വൈൻ എടുക്കുക, 0 to ഇൻഫിനിറ്റി. ഓക്കെ, താഴേക്കില്ല. അതേപോലെ ഈ 2 ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2024 തേർഡ് ഇതിലും കിട്ടി. കഴിഞ്ഞിട്ടില്ല. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇൻപുട്ട് ഹിൻറ്റ് കമാൻഡ് തരുന്നുണ്ടോ? കമാൻഡ് ഹിൻറ്റും തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഇത് രണ്ടും കണ്ടുപിടിക്കണം അല്ലേ. ബേസിക്കലി എന്താണ് ടു ഗെറ്റ് ദ ഗ്രാഫ് ഓഫ് f(x) x². ഇത് മൊത്തം ചെയ്യണം. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇത്ര സിമ്പിളായിരുന്നു. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി കൺസിഡർ. ഓക്കെ, ഇത് കിട്ടി. ഈ ക്വസ്റ്റ്യൻ എന്താ? ബേസിക്കലി ഇൻപുട്ട് കമാൻഡ്. ഇത് ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാമായിരുന്നു അല്ലേ. നമുക്ക് ചെയ്യാം. ബേസിക്കലി ടു ഗെറ്റ് ദ ഗ്രാഫ് ഓഫ് ഇത് നമുക്ക് ഹിൻറ്റ് തരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 and 2 ഏതെങ്കിലും ടിക്ക് ഇടാം. ഞാൻ വേണം 1 and 2 രണ്ടും കാണിച്ചത്. നമുക്ക് ആ പ്രോസസ്സിൽ കൂടെ ഒന്ന് കഷ്ടപ്പെട്ട് പോവാം. ഓക്കെ, ഈ കോഡുകൾ നിങ്ങൾക്ക് ചിലപ്പം കണ്ടെല്ലാം പേടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പുതിയ കോഡും കൂടെ എടുത്തുതരാം. ഡോണ്ട് സേവ്. ഓക്കെ, പുതിയ കോഡ് എടുത്തുതരാം. ഓക്കെ, കമാൺ ഒന്ന് റിഫ്രഷ് ആവട്ടെ. ആദ്യം നമുക്ക് ഇതിനെ എടുക്കാം. ഓക്കെ, ആദ്യം നിങ്ങളൊന്ന് മനസ്സിൽ എന്താ കാണേണ്ടത്? ഫസ്റ്റ് തന്നെ x<0. എക്സ് 0ൻ്റെ ഇപ്പുറത്തേക്കാണെങ്കിൽ എന്താണ്? 0ൻ്റെ ഇപ്പുറത്തേക്കാണ് x² ആണ്, പക്ഷെ മേലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് എന്താ? അപ്പോൾ അത് ചെയ്യാം. റൈറ്റിലേക്കാണെങ്കിൽ ഫ്ലോർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, എക്സ്. അപ്പം എൽസ് ഫ്ലോർ ഫംഗ്ഷൻ. ഓക്കെ, അത് അപ്പോൾ 0ൻ്റെ അപ്പുറത്തെ ഫ്ലോർ ഫംഗ്ഷൻ, 0ൻ്റെ ഇപ്പുറത്തെ ഫ്ലോർ ഫംഗ്ഷൻ, 0ൻ്റെ അപ്പുറത്തെ x² ഫംഗ്ഷൻ. അത് നമുക്ക് എഴുതാം. എന്നിട്ട് നമുക്ക് നമ്പറൊക്കെ മാറ്റി കളിക്കാം. ഓക്കെ, ഇഫ് x <= അത് വലിയ മാറ്റർ ചെയ്യുന്നില്ല, കണ്ടാൽ മനസ്സിലായില്ല. 0 നമുക്കെന്താ ഫംഗ്ഷൻ x². ഓക്കെ, ഇനി വേണമെങ്കിൽ x² -1 ഇട്ടോ. അല്ല, -1 അല്ല. -2 ആണോ? അല്ല, -2 അല്ല. അപ്പോൾ പ്ലസ് മേലേക്ക് ആണല്ലേ. +1 ആണോ? +2 ആണോ? നോക്കിയേ, +2. 2ലാണ് വേണ്ട. കഴിഞ്ഞില്ല. ഓക്കെ, ഇനി അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യണം. കോമ x> ഒന്നെങ്കിൽ നിങ്ങൾക്ക് >0 എന്ന് ഇടാം. അല്ലെങ്കിൽ വെറുതെ ഇതെഴുതിക്കും. എന്താണ്? ഫ്ലോർ ഓഫ് എക്സ് എന്ന് ഇട്ടാൽ ഫ്ലോർ ഓഫ് എക്സ് ഇട്ടാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കി വെറുതെ ഫ്ലോർ ഓഫ് എക്സ് ഇട്ടാൽ വേണ്ട, ആൻസർ കിട്ടി. നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ അത് ശീലിക്കേണ്ട. അത് നിങ്ങൾക്കത് ചിലപ്പോൾ അത് ലോജിക്ക് ചിലപ്പോൾ എക്സാമിന് മറന്നുപോയാലോ. അപ്പോൾ നമുക്ക് ഇനി x> > 0 എന്ന് കൊടുക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇത് ചെയ്തു. നമുക്ക് എന്താ വേണ്ടത്? ഈ സംഭവം ഒന്ന് മേലേക്ക് കയറണം. അപ്പം ഫ്ലോർ ഓഫ് എക്സ്. ഇനി വേണമെങ്കിൽ എക്സിൻ്റെ ഉള്ളിൽ +1 കൊടുക്കുക, +1 പുറത്ത് കൊടുത്തേക്കാം. കിട്ടി. ഫ്ലോർ ഓഫ് എക്സ് +1. റെഡി ആണോ? റെഡി. ഇത്രയുള്ള സംഭവം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്ലോർ ഓഫ് എക്സ് +1 വരെ +2 ഇട്ട് കൊടുക്കുക. +2 അതല്ല വേണ്ടത്. ഓക്കെ, അതല്ല വേണ്ടത്. ഇനി അത് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്ലോർ ഓഫ് എക്സ് +1 ഇട്ട് കൊടുക്കുക. ഓക്കെ,
അപ്പം അതും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് വേണ്ട ഏതെങ്കിലും ഒരെണ്ണം വർക്ക് ചെയ്തിരിക്കുന്നത് നോക്കട്ടെ. ഫ്ലോർ ഓഫ് x+1 വർക്ക് ചെയ്യുന്നുണ്ടോ? എന്നിട്ട് ആ പുറത്തെ +1 കളയട്ടെ. ഇത് ബ്രാക്കറ്റ് കട്ടായി പോയിണ്ടോ? അതും വർക്ക് ചെയ്യുന്നുണ്ട്. ഏതാ ഫ്ലോർ ഓഫ് x+1 ഫ്ലോർ ഓഫ് x+1 രണ്ടും വർക്ക് ചെയ്യും. അപ്പോൾ രണ്ടും കറക്റ്റാണ് ആൻസർ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവം? ഇവിടെ x² സെയിം സംഭവം, x² താഴേക്ക് വരണം. അപ്പോൾ ഞാൻ ഈ സെയിം സാധനം മാറ്റാൻ പോവാണ്. x² +2 വരെ x² -1 എന്ന് ചെയ്തോട്ടെ. ഇവിടെ x² -1. ഓക്കെ ഓക്കെ, -1 വേണ്ടത്. -1 -2 എന്നായിപ്പോയോ? x² -1 × 2 എന്താ സംഭവം? x² -1. ഓക്കെ, x² -1. ഇത് നോക്കട്ടെ, സെയിം സാധനം. അപ്പം വ്യത്യാസമൊന്നുമില്ല, തന്നെയാണ്. ആൻസർ കിട്ടി. ഓക്കെ, ആൻസർ കിട്ടി, ഇത് കിട്ടി. ഇത്രയുള്ള സംഭവം കുറച്ചിതാണ്. ഈ ബാക്കിയുള്ള ലാബ് നമ്പേഴ്സ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതോടെ എനിക്കൊന്ന് നമ്മുടെ ലാബ് 3 കഴിഞ്ഞു. ലാബ് 3 സംഭവം കിട്ടി. ഇനി ബാക്കിയുള്ള അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ മാത്സിന് എൻ്റെ ക്ലാസ്സും അതുപോലെ ഫിസിക്സ് അലക്സ് സാറിൻ്റെ എല്ലാ അടിപൊളി ക്ലാസ്സും വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി കിട്ടുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ മറക്കേണ്ട റിവിഷൻ ബാച്ചിലേക്ക്. ഷോർട്ട് നോട്ട്സ് ലൈവ് ഒക്കെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് സ്റ്റോക്ക് തീരുന്നവരെ ഫ്രീ ഉള്ളൂ. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യം വേഗം ജോയിൻ ചെയ്തോളൂ. ഈ നമ്പറിലേക്കാണ് വാട്സാപ്പ് ചെയ്യേണ്ടത്. അതോടെ നമ്മൾ ലാബ് 3 കഴിഞ്ഞ് നമുക്ക് ലാബ് 4 കാണാം, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ് നമ്മുടെ ലാബ് 4 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പം നമുക്ക് ലാബ് 4 എന്താണെന്ന് നോക്കാം. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് കുറേ ആൾക്കാരെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ലാബ് ആക്ടിവിറ്റി നമ്മൾ കവർ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളത് നിങ്ങൾക്ക് ഉണ്ടെന്ന്. ഓക്കെ, ഫസ്റ്റ് തന്നെ വാല്യൂസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഫസ്റ്റ് തന്നെ ഇവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ഇത് ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. പ്രീവിയസ് ഇയർ എന്ത് ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയ ഇതെടുക്കാം, ന്യൂ എടുക്കാം. ഓക്കെ, ന്യൂ എടുത്തു. ഇനി അവർ പറഞ്ഞ കാര്യം എന്താ? ഓപ്ഷൻസിൽ അഡ്വാൻസിൽ ആംഗിൾ യൂണിറ്റ് റേഡിയൻ ആക്കണം. ഓപ്ഷൻസ് മേലുണ്ട്, അഡ്വാൻസ്ഡിൽ ആംഗിൾ യൂണിറ്റ് റേഡിയൻസ് ആക്കി. ഓക്കെ, റേഡിയൻസ് ആക്കി. ഇനി എന്താണ്? പ്ലോട്ട് ദ പോയിന്റ് O എന്ന് പറഞ്ഞിട്ട് 0,0. അപ്പോൾ നമ്മൾ O ഇസ് ഈക്വൽ ടു എന്നൊരു പറഞ്ഞു. അപ്പോൾ നമുക്ക് O ഇസ് ഈക്വൽ ടു എന്നിടാം. ക്യാപിറ്റൽ O ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് 0,0. ഓക്കെ, ഒറിജിൻ നമുക്ക് കിട്ടി. ഡ്രോ യൂണിറ്റ് സർക്കിൾ സെൻറ്റേഡ്. യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ്? ബേസിക്കലി ഒരു യൂണിറ്റ്. അപ്പോൾ നമുക്ക് സൂം ചെയ്യാം. ഓക്കെ, സർക്കിൾ ടൂൾ എടുത്തേ. ഓക്കെ, ഇതിങ്ങനെ വലിക്കുക. ഓക്കെ, ഞെക്കി പിടിച്ച് വലിക്കുക. ഓക്കെ, അപ്പോൾ x² + y² = 1 ആണ്. സംശയം ഉണ്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ സർക്കിളിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് ചെയ്യാം, കോമ്പസ് എടുക്കാം, സെമി സർക്കിൾ. ഞാൻ എന്താണ് ചെയ്തത്? സെൻറ്റർ ത്രൂ പോയിന്റ്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്? സെൻറ്ററിൽ ഇവിടെ ഞെക്കി 1 വരെ അങ്ങ് വലിച്ചു, ഞെക്കി പിടിച്ചോണ്ട് വലിച്ചു കേട്ടോ. ഞെക്കി പിടിക്കാതെ വരയ്ക്കുമെന്ന് നോക്കട്ടെ. നമ്മുടെ ഇയാൾ പോയല്ലോ, നമ്മുടെ O എന്നുള്ള പോയിന്റ്. ഇവനെ ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഡിലീറ്റ്. അപ്പോൾ ഞാൻ നമുക്ക് സർക്കിളിൽ ഞെക്കി, Oയിൽ ഞെക്കി, മൗസ് ഞെക്കി പിടിക്കണം എന്നല്ല, എന്നിട്ട് 1 വരെ ഉള്ള ആക്കിയ ഇത് കിട്ടുക. അപ്പോൾ നമുക്ക് A എന്നുള്ള പോയിന്റ് കിട്ടി. ഓക്കെ, ഇനി പ്ലോട്ട് ദ പോയിന്റ് A 1,0 ഇൻപുട്ട് A ഓൾറെഡി കിട്ടി, എനിക്ക് ഓൾറെഡി വന്നു തന്നെ. ഓക്കെ, അത് ഇത് ഈ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ, പോയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇനി അതില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ വിത്ത് A മിനിമം വാല്യൂ. അപ്പോൾ നമ്പർ സ്ലൈഡറാണ് വേണ്ടത്. മിനിമം വാല്യൂ -10, മാക്സിമം 0.01 ഇൻക്രിമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്പർ സ്ലൈഡർ എടുക്കുന്നു. നമുക്ക് A ആണ് വേണ്ടത്. -10 ഇതാണ്. ഓക്കെ, -10, മാക്സിമം 10, 0.01. ഓക്കെ, അതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. വൈൽ ക്രിയേറ്റിംഗ് ദ സെറ്റ് സ്ലൈഡർ സെറ്റ് ദി ആനിമേഷൻ ആസ് ഇൻക്രീസിങ്. ആനിമേഷൻ എന്താണ്? ഓസിലേറ്റിംഗ് അല്ല, ഇൻക്രീസിങ്. ഓക്കെ, ബാക്കിയെല്ലാം സെറ്റാണല്ലോ. ഓക്കെ, റെഡി. ഓക്കെ കൊടുത്തു. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? പ്ലോട്ട് അനദർ പോയിന്റ് A' സച്ച് ദാറ്റ് A എന്ന് പറയുമ്പോൾ ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ A' എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിവിടെ ആംഗിൾ എടുക്കണം. ഓക്കെ, ആംഗിൾ എടുക്കണം. നമുക്ക് ഈ പോയിന്റും തമ്മിലുള്ള ആംഗിൾ A ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനുള്ള പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആംഗിൾ ഗിവൺ സൈസ് ആണ്, അല്ല ആംഗിൾ നമുക്ക്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? A' എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്കിവിടെ A' വേണമെന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സാധാരണ ആംഗിൾ ഇതല്ല ഉപയോഗിക്കേണ്ടത്, നമുക്ക് ഗിവൺ സൈസ്. ഓക്കെ, ഗിവൺ സൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? A നെക്കുന്നു, A0 നെക്കുന്നു. ഇനി A' ഉണ്ടാക്കാൻ പറഞ്ഞു. നമ്മൾ ഉണ്ടാക്കണ്ട, നമുക്ക് എന്താണ് ഇതിനുള്ളിൽ ആംഗിൾ വേണ്ടത്? 45 ഡിഗ്രി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സെക്കൻഡ്, ഞാൻ ആ സ്ലൈഡർ അറിയാൻ ഡിലീറ്റ് ചെയ്തു പോയി. ഞാൻ ഇത് നെക്കി, എനിക്കൊരു ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രി വേണമെങ്കിൽ, അല്ലെങ്കിൽ 45 ഡിഗ്രി അത് കിട്ടും. പക്ഷെ അതല്ല എനിക്ക് വേണ്ടത്. A' കിട്ടി, പക്ഷെ അതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് Aയും A0
തമ്മിലുള്ള ആംഗിൾ എന്താ? സ്മോൾ ലെറ്റർ എ ആയിരിക്കണം. അപ്പോൾ സ്മോൾ ലെറ്റർ എ നമ്മൾ മാറുന്നതിനനുസരിച്ച് ആംഗിൾ മാറി. ഓക്കെ, അത് കിട്ടി. അപ്പോൾ നമ്മൾ തിരിച്ചതിലേക്ക് വരാം. അത് കിട്ടി, ഇത് കിട്ടി. എ ഒ എ ഡാഷ് എ റേഡിയനാണ്. എ എന്ന് പറഞ്ഞാൽ റേഡിയനാണ്. ആയിക്കോട്ടെ, റെഡി. റീനെയിം ദ പോയിന്റ് എ ഡാഷ് എസ് പി. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എ എന്ന് പറഞ്ഞ പോയിന്റ് ഇവനെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തു. എന്താണ്? റീനെയിം എന്താണ്? പി ആയിട്ട്. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ഒ പി ആയി. ഓക്കെ, ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് പി. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോകുന്നു, ഷോ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ വാല്യൂ കിട്ടി. സിമ്പിൾ. ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് പി. ജോയിൻ ഒ പി യൂസിങ് ലൈൻ സെഗ്മെൻറ്റ്. ഒയും പിയും നമ്മൾ ജോയിൻ ചെയ്യുന്നു ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ട്. വേറെ മൈ ലൈൻ സെഗ്മെൻറ്റ്. ലൈനിൽ പോകുന്നു, ഒന്നുകൂടി നിൽക്കുന്നു, സെഗ്മെൻറ്റ് നിൽക്കുന്നു, ഒയും പിയും ജോയിൻ ചെയ്തു. ഓക്കെ, റെഡി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ക്രിയേറ്റ് എൻ ഇൻപുട്ട് ബോക്സ് ഫോർ സ്ലൈഡർ എ. ഓക്കെ, ഇൻപുട്ട് ബോക്സ് ഫോർ സ്ലൈഡർ എ. അപ്പോൾ നമ്മൾ ഇവന് ഇൻപുട്ട് ബോക്സ് എടുക്കുന്നു, എ എന്ന് കൊടുക്കുന്നു. നമ്മൾ ലിങ്ക് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ ആയിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് അവിടെ നമ്പർ അടിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ പേജിൽ ഇത്രയൊന്നും പറയുന്നുള്ളൂ. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. ഇനി അടുത്ത പേജിലേക്ക് വരാം. ഓക്കെ, ഇതൊക്കെയാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്ലൈഡർ അത്ര കളറില്ല എന്നുള്ളൂ. ഓക്കെ, ഇനി ആനിമേറ്റ് ദ സ്ലൈഡർ, ഒബ്സർവ് ദ ഗിയർ. നമ്മൾ ആനിമേഷൻ ഇൻക്രീസിങ് ആണെന്ന് ചെയ്തെന്ന് ഓർക്കണേ. ഞാൻ വേണമെങ്കിൽ ഈ സാധനം ഒന്ന് നീക്കാം. ഇവനെ എടുത്തിട്ട് ഇവനെ നീക്കട്ടെ. നീക്കാൻ പറ്റൂലേ? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പിക് സബ്ജക്റ്റ്. കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ. എങ്ങനെയാണ് നീക്കുക? നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ അവിടെ നിൽക്കട്ടെ. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ ആനിമേഷൻ ഓൺ കൊടുക്കുന്നു. അത് ഇൻക്രീസിങ് ആയതുകൊണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ഓസിലേറ്റിംഗ് ആയിരിക്കരുത് കേട്ടോ. അതെങ്ങനെ മാറ്റുന്നത് വേഗം കാണിച്ചാൽ. ഇവിടെ റൈറ്റ് ക്ലിക്ക് വെക്കുന്നു, ഇവിടെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോകുന്ന സ്ലൈഡറിൽ ഇവിടെ ആനിമേഷൻ സ്പീഡ് 1 ഇൻക്രീസിങ് ആക്കണം കേട്ടോ. ഓക്കെ, ഓസിലേറ്റിംഗ് മാറ്റിയിട്ട്. അപ്പോൾ നമുക്ക് ഇവനൊന്ന് പിടിച്ച് ആനിമേഷൻ നിർത്തട്ടെ. നിൽക്കട്ടെ. ഓക്കെ, നിന്നു. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ആനിമേറ്റ് ചെയ്യുന്നത്. ഹെൻസ് ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്. അപ്പോൾ ആനിമേറ്റ് ആൻഡ് ഒബ്സർവ് സൈൻ എക്സ് കോസ് എക്സിന് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ഫോർ വാല്യൂ ഓഫ് എക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഓക്കെ, ഫോർ ഗിവിംഗ് പൈ ഇൻ ദ ഇൻപുട്ട് ബോക്സ് റൈറ്റ് പി ഐ. ഓക്കെ, പി ഐ ഇ എന്ന് എല്ലാവരും എഴുതാറുണ്ട്, പക്ഷേ പി ഐ ആണ് വേണ്ടത്. ഓക്കെ, ഇനി സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പെട്ടി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മാത്തമാറ്റിക്സ് +1 ട്രിഗ്നോമെട്രി നന്നായിട്ട് പഠിച്ചവർക്കറിയാം. ഒരു യൂണിറ്റ് സർക്കിളിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് അതിൻ്റെ കോസും, വൈ കോർഡിനേറ്റ് ആണ് സൈൻ. ഓക്കെ, അതാണ് സംഭവം ബേസിക്കലി. ഓക്കെ, അപ്പം കോസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇതാണ് എക്സ് യൂണിറ്റും, അതിന് വൈ എന്ന് പറയുമ്പോൾ അതിന് വൈ യൂണിറ്റ്. ഓക്കെ, വൈ കോർഡിനേറ്റും. അപ്പോൾ ഞാൻ കാണിച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ π/2. ഓക്കെ, π/2. അപ്പോൾ π/2 ആംഗിൾ കൊടുത്താൽ നിങ്ങൾക്കറിയാം. ഓക്കെ, കോസ് π/2 എത്രയാണ്? 0. ആൻഡ് സൈൻ π/2 എത്രയാണ്? 1. സൈൻ 90. ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് π/3 എടുക്കാം. π/3 എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി. ഓക്കെ, അപ്പം കോസ് എന്ന് പറയുമ്പോൾ 1/2, കോസ് 60 എന്ന് പറയുമ്പോൾ 1/2, മറ്റേന്താണ് 0.87. 0.87 എന്ന് പറയുമ്പോൾ സൈൻ 60 അല്ലേ? √3/2 അല്ലേ? √3/2. യെസ്, √3/2. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി എക്സ് കോർഡിനേറ്റ് എന്താണ്? കോസും, വൈ കോർഡിനേറ്റ് എന്താ? രണ്ടാമത്തെ കോർഡിനേറ്റ് സൈനും. ഓക്കെ, അപ്പം അതിൻ്റെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം π/3 കണ്ടുപിടിക്കുക. എക്സ് ഇത് ഓർഡർ തിരിച്ചാട്ടോ. കോസാണോ എക്സ് നമുക്ക് ആദ്യത്തെ വാല്യൂ വരുന്നത് കേട്ടോ. അത് മറിക്കുന്നത് π/4, π/6, π/2 എഴുതുക. അതിന് 0.3 ഒക്കെ എഴുതി കൊടുക്കുക. ഒന്ന് എഴുതിക്കാം. ഇവിടെ 0.3 ഇട്ട് കൊടുക്കുക. 0.3 ഇട്ടു. അപ്പോൾ 0.96 ആണ് കോസ് വരുന്നത്, സൈനാണ് ഇത് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ് 0.6 ടു -1.5 7.5 എന്ന് ഇട്ട് കൊടുക്കുക. 7.5 ഇട്ട് കൊടുത്ത് എന്താ കിട്ടുക? 7.5 എന്താണ്? 0.3യും 0.94. ഇനി അത് പോലത്തെ രസമുള്ളൊരു കാര്യം വെച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് സൈൻ എക്സ്. മക്കളെ, സൈൻ എക്സിൻ്റെ ഡൊമൈൻ റേഞ്ച് എന്താ? സൈൻ എക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സിനുള്ളിൽ എന്ത് വേണം ഇട്ട് കൊടുക്കുക അല്ലേ? ഞാൻ ഇപ്പോൾ 100 എടുത്ത് കൊടുത്താലും എനിക്കൊരു നമ്പർ കിട്ടും, 200 എടുത്താലും ഒരു വാല്യൂ കിട്ടും. ഞാൻ ഈ ആനിമേഷൻ ഓണാക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവായിരിക്കും എന്താണ് ഇങ്ങനെ മാറി കളിക്കും. പക്ഷേ സൈൻ എക്സ് മാക്സിമം -1ഉം മിനിമം എത്രയാണ്? -1 മിനിമം, മാക്സിമം 1. അപ്പോൾ -1ഉം 1ൻ്റെ ഇടയ്ക്കാണ് റേഞ്ച്. അതേപോലെ കോസ് എക്സും -1ഉം 1ൻ്റെ ഇടയ്ക്കാണ്. ഓക്കെ, ഡൊമൈൻ റിയൽ നമ്പേഴ്സാണ്, റേഞ്ച് -1 1ൻ്റെ ഇടയ്ക്ക്. ഓക്കെ, ആ കാര്യം നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഓക്കെ, പൈ വരെ പി ഐ എന്ന് ടൈപ്പ് ചെയ്തത്. ഐഡൻറ്റിഫൈ ദ വാല്യൂസ് ഓഫ് എക്സ് ഫോർ എക്സ് വെൻ സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ബിക്കം 0, 1, -1. നിങ്ങൾക്കറിയാം π -π 0ലേക്കാണ് വരിക. സേവ് ദ ആക്ടിവിറ്റി ആസ് 4.1. അപ്പോൾ സേവ് ആസ് കൊടുക്കുക. ആക്ടിവിറ്റി 4.1. അതോടെ നിങ്ങൾ 4.1 ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് 4.2 ഗ്രാഫ്സ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പാർട്ട് 1. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 4.2 നോക്കാം. ഗ്രാഫ്സ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പാർട്ട് 1. ഓക്കെ, സേവ് ഫയൽ 4.1 ആസ് 4.2 ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. 4.2 സേവ് ചെയ്തിട്ടുണ്ട്. സേവ് ആസ് കൊടുത്തിട്ട് നിങ്ങൾ റെക്കോർഡിങ്ങിൽ കണ്ടില്ല എന്നുള്ളൂ. ഇനി ഓപ്പൺ ഗ്രാഫിക്സ് 2. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഗ്രാഫിക്സ് 2 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് മക്കളെ വരിക? വ്യൂവിൽ പോവുക, ഗ്രാഫിക്സ് 2 ഓപ്പൺ ചെയ്യാം. ഓക്കെ, വ്യൂവിൽ പോവുക, ഗ്രാഫിക്സ് 2 ഓപ്പൺ ചെയ്യുക. ഈ സാധനം ഒന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഇനി
എന്നിട്ട് പ്ലോട്ട് ദ പോയിന്റ് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം. നമ്മളെന്താണ് ബി എനിക്കൊന്ന് ഗ്രാഫിക്സ് 2 തോന്നുന്നു പ്ലോട്ട് ചെയ്യേണ്ടത്, കാരണം അത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗ്രാഫിക്സ് 2 ഓപ്പൺ ചെയ്താൽ അതിൽ പ്ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിന്റ് എന്താണ് എ കോമ വൈ ഓഫ് പി. അപ്പോൾ ഞാൻ ബി, അപ്പോൾ ആദ്യം മൂവ് ടു വെച്ച് ഗ്രാഫിക്സ് 2 നെക്കുന്നു, എന്നിട്ട് ബി എന്ന് പറഞ്ഞിട്ട് പോയിന്റ് കൊടുക്കുന്നു. ബി ഈസ് ഈക്വൽ ടു എന്താണ് എ കോമ വൈ ഓഫ് പി, ക്യാപിറ്റൽ പി, ക്യാപിറ്റൽ പി, ഒരു ബ്രാക്കറ്റിന് ഒരു കുറവുണ്ടല്ലേ. അപ്പോൾ റെഡി, ഓക്കെ. അത് ഞാൻ പോയിന്റ് ഇവിടെ വന്നു അല്ലേ, പോയിന്റ് ഇവിടെ നമുക്ക് ഒന്ന് എ മാറുന്നതനുസരിച്ച് അതിങ്ങനെ മാറിക്കോളും. ഇതുണ്ട്, അതാ സാധനം കണ്ട്. ഇത് ഗ്രാഫ് മക്കളെ ഇതാണ്ട്, അത് ഒറിജിനൽ കൂടെ പാസ് ചെയ്യുന്ന സൈനിക്സ് ഗ്രാഫ് അല്ലേ. അപ്പോൾ ഞാൻ വേണം ഇവിടെ സൂം ഔട്ട് ചെയ്ത് കാണിച്ചാൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ വേവി ആയിട്ട് പോകുന്നുണ്ട്. എനിക്കൊന്ന് മാക്സിമം ഇതിൻ്റെ മാക്സിമം വാല്യൂ മാറിയല്ലോ. ഇതിൻ്റെ ഇപ്പം എനിക്കൊന്ന് -10 10 ആയിരുന്നു നമ്മൾ സൈഡിൽ വെക്കാൻ പറഞ്ഞത്. ഇത് മാക്സിമം വാല്യൂ വേറെ എന്തോ 100 ഒക്കെ പോകുന്നുണ്ട്. മാക്സിമം 10 ആയിരുന്നു. എനിക്കൊന്ന് റേഡിയം വല്ല ആയപ്പോൾ മാറിയിട്ടുണ്ടാവും. -10 ഉണ്ട്. അപ്പം നോക്കിയേ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് ഡിങ്കച്ചിക്ക്. ഓക്കെ, അപ്പോൾ -10 10 ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം പറഞ്ഞത്. അപ്പോൾ വൈ കോർഡിനേറ്റ് ഗിവ് ദ പോയിന്റ് ട്രേസ് ആൻഡ് ആനിമേഷൻ ആണ്. അപ്പോൾ നമ്മളിവിടെ പോകുന്നു, ട്രേസ് ഓൺ ആക്കുന്നു, ട്രേസ് ഓൺ, എന്നിട്ട് നമ്മൾ ആനിമേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഇവിടെയാണ് ആനിമേറ്റ് ചെയ്യുന്നത്, ആനിമേഷൻ ഓൺ. ഓക്കെ, അപ്പോൾ എന്താണ് മക്കളെ, ഇതെന്ത് ഗ്രാഫാ? ഞാൻ സൂം ചെയ്താൽ മൊത്തം പോലെ. ഇതെന്ത് ഗ്രാഫ് മക്കളെ? സൈൻ എക്സിൻ്റെ ഗ്രാഫ്. ഇതിൻ്റെ വൈ കോർഡിനേറ്റ്, ഓക്കെ, ഈ സർക്കിളിൻ്റെ വൈ കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു സൈൻ എക്സിൻ്റെ ഗ്രാഫാണ്. ഓക്കെ, ഇങ്ങനെ സൈൻ എക്സിൻ്റെ ഗ്രാഫ് കിട്ടി നിർത്തി. ഓക്കെ, അത് കിട്ടി. അങ്ങനെയാണ് സൈൻ എക്സ് കിട്ടുക ആ സർക്കിളിൽ നിന്ന്. ഒബ്സർവ് വാട്ട് ഡസ് ഇത് റെപ്രസെൻറ്റ്, എന്താണ് സൈൻ എക്സ്. അപ്പോൾ 4.2 ആണെങ്കിൽ 4.2 സേവ് ചെയ്തു. ഞാൻ Ctrl S കൊടുത്തു, കാരണം 4.2 തന്നെ സേവ് വരുന്നത്. ലോഡിങ് ആണല്ലോ. ലോഡിങ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കിട്ടി. അടുത്തതിലേക്ക് പോകാം. അടുത്തെന്താണ് 4.3 പറയുന്നത്. അതേപോലെ ആ സെയിം സാധനത്തിന് എക്സ് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാ പറയുന്നു കേട്ടോ. 4.2 4.3 ആയിട്ട് ഒന്നുകൂടി സേവ് ആസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ചെയ്യുന്നു. ഓക്കെ, സേവ് ആസ് 4.3 ആയിട്ട് കൊടുക്കുന്നു. 4.3 ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, 4.3 ആയിട്ട് ചെയ്ത് എന്നിട്ട് എന്താണ് ഇൻപുട്ട് ബോക്സ് ഫോർ ബിയിൽ മാറ്റിയിട്ട് എ കോമ എക്സ് ഓഫ് പി ആക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. വൈ ഓഫ് പിന് പകരം എക്സ് ഓഫ് പി. അപ്പോൾ പിൻ്റെ എക്സ് കോർഡിനേറ്റ് വിച്ച് ഇസ് കോസ്. ഇനി നമുക്കൊന്ന് വെറുതെ ഒന്ന് ഇവനൊന്ന് ട്രേസ് ഓണൊക്കെ കൊടുക്കാം അല്ലേ. ഒബ്സർവ് ദ പാത്ത് ഓഫ് ദിസ് പോയിന്റ് നമുക്കൊന്ന് വെറുതെ നീക്കി നോക്കിക്കാം. ഇത് വേറെ തന്നെയല്ലേ. ഇതെന്ത് പോയിൻ്റാണ് മക്കളെ? ഇത് കോസ് എക്സ് അല്ലേ. രണ്ടാമത്തെ ഗ്രാഫ് പോകുന്നത് എന്താണ്? കോസ് എക്സ്. ആനിമേഷൻ ഓണാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ആനിമേഷൻ ഓണാക്കിയാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ കോസ് എക്സ് 1 കൂടെ പാസ് ചെയ്യും, 0,1 കൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് റീഡിഫൈൻ എ. ഇതെന്താണ് എ കോമ വൈ ഓഫ് 1/y ഓഫ് പി. മക്കളെ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എ കോമ വൈ ഓഫ് പി, വൈ കോർഡിനേറ്റ്. ഇനി 1/y എന്ന് പറയുമ്പോൾ സൈൻ 1/sin എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക? 1/sin എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? വളരെ സിമ്പിൾ. എന്താണ് ചെയ്യേണ്ടത്? 1/sin എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കൊസീക്കാണ്. 1/cos 1/x ഓഫ് പി എന്ന് പറയുമ്പോൾ സീക്ക് വരും. ഓക്കെ, ആ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടി മറ്റേ ട്രേസുകൾ ഒഴിവാക്കി Ctrl F ഞെക്കിയാൽ ട്രേസുകൾ ഒഴിവാകും കേട്ടോ. ഇപ്പോൾ ഇപ്പം ബീൻ്റെ ഡെഫിനിഷൻ എന്താണ്? എക്സ് ആണ് കേട്ടോ. എക്സ് എന്ന് പറയുമ്പോൾ കോസ്. ഓക്കെ, കോസ്. അപ്പോൾ നമുക്ക് ഇനി ട്രേസ് ഓൺ ആക്കാം. ട്രേസ് ഓൺ ആക്കി ആനിമേഷൻ ഓൺ ആക്കി. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫാണ്. ട്രേസ് ഓൺ ആയില്ല. പോസ്. നിങ്ങൾക്ക് ഈ സെയിം എററുകളൊക്കെ വരാപ്പോൾ പഠിച്ചു വെച്ചോ കേട്ടോ. ട്രേസ് ഓൺ കൊടുക്കുന്നു, ആനിമേഷൻ ഓൺ കൊടുക്കുന്നു. ഓക്കെ, ഇത് കോസിൻ്റെ ഗ്രാഫ് കിട്ടി. ഇത് എ കോമ എക്സ് ഓഫ് പി. ഈ സർക്കിളിലെ എക്സ് കോർഡിനേറ്റ് മാർക്ക് ചെയ്യുന്നതാണ് കോസ് എക്സ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞു. ഓക്കെ, ഞാൻ Ctrl F ഞെക്കിയിട്ട് ആ ട്രേസ് കളയുന്നു. ഇനി എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? വാട്ട് ഇസ് ദിസ് പാത്ത് റെപ്രസെൻറ്റ്? നമുക്കറിയാം കോസ് എക്സിൻ്റെ ഗ്രാഫ്. ബീനെ 1 ഓഫ് എ കോമ 1/yp. ഓക്കെ, 1/yp എന്ന് പറയുമ്പോൾ എന്താണ് 1/y. അപ്പോൾ നമുക്ക് ഇവിടെ 1/x ഓഫ് പി അല്ല, 1/ മക്കളെ സൈൻ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കൊസീക്ക് എക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഓണാക്കാം. ആ ഡോട്ട് നോക്കണ്ട കേട്ടോ, നേരത്തെ ഡോട്ടാന്ന് തോന്നുന്നു. ഇതെന്താണ് മക്കളെ? കൊസീക്ക് എക്സ് ആണ് വരിക. ഓക്കെ, റെഡി. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഞാൻ സെയിം സാധനം മാറ്റിയിട്ട് ഞാൻ ഇവിടെ തന്നെ സീക്ക് എക്സ് കിട്ടുക എങ്ങനെ? 1/x ഓഫ് പി. കോസാണ് എക്സ്. അപ്പോൾ 1/x എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇനി നമുക്ക് നോക്കിയാൽ Ctrl F ഞാൻ ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഇതാണ് സീക്ക് എക്സ് കേട്ടോ. സീക്ക് എക്സ് എന്ന് പറയുമ്പോൾ സെയിം പോലെ തന്നെ പക്ഷേ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാകും കുറച്ച്. എന്താണ് വൈ ആക്സിനെ നടുക്കിൽ കട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് സംഭവം. ഇനി അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ സാധനം കാണിച്ച എന്താണ് നമ്മൾ പറയുന്നത്? ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻസ്. ഇതെന്താണ്? ഇവൻ വൈ ഓഫ് പി ബൈ എക്സ് ഓഫ് പി. മക്കളെ വൈ എന്ന് പറഞ്ഞാൽ സൈന്, എക്സ് എന്ന് പറഞ്ഞാൽ കോസ്. അപ്പം അതെന്താ സംഭവം? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാൻ എക്സ്. ഓക്കെ, അപ്പം ഇവിടെ 1/എന്ന് പറയും വൈ ഓഫ് ക്യാപിറ്റൽ പി, വൈ ഓഫ് പി ബൈ എക്സ് ഓഫ് പി. ഓക്കെ,
ഞാനൊന്ന് ഇതാക്കുകയാണ്, ആനിമേഷൻ ഓൺ ആക്കുകയാണ്. ഇതെന്താണ് മക്കളെ? വേവ് നമ്മുടെ ടാൻ എക്സിൻ്റെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ സൈൻ ബൈ കോസ് കിട്ടി. ഓക്കെ, അത്രയുള്ള സംഭവം വളരെ സിമ്പിളാണ്. ഇത് കോസ് കിട്ടി. ഓക്കെ, അതാണ് എൻ്റെ ഗ്രാഫുകൾ. റൈറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ, സൈൻ എക്സ് 0 to നിങ്ങൾ ഓരോന്ന് കണ്ടുപിടിക്കുക. 0 to π/2, π/2 to π to 3π/2. ഓക്കെ, റെഡി? അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഗ്രാഫുകൾ നോക്കുക, ചെയ്യുക, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ. ഓക്കെ, നിങ്ങൾ ആ ടേബിൾ അങ്ങ് ഫില്ല് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 2024 വെച്ച് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു പുതിയത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതന്നെ സെയിം വരുന്നത് അല്ലേ. വേണം പുതിയ ഉണ്ടാക്കാം, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും പഠിച്ചതല്ലേ. അപ്പോൾ ഞാനിത് സേവ്ഡ് ആണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പിന്നെ ന്യൂ എടുക്കാം. ഓക്കെ, സേവ് ചെയ്യുന്നില്ല. ഓക്കെ, ആവശ്യമുള്ള പോലെ സേവ്ഡാണ്. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചത് നിങ്ങൾക്കൊരു എക്സാം പേപ്പറിൽ വരുമ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, പ്ലോട്ട് ദ പോയിൻറ്റ് 0 O ഇസ് ഈക്വൽ ടു O ഇസ് ഈക്വൽ ടു 0,0. ഓക്കെ, എനിക്കൊന്ന് മറ്റേ റേഡിയനിലേക്ക് ആക്കേണ്ടി വരും കേട്ടോ എല്ലാം കൂടി. നമുക്ക് ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. നമുക്ക് ഇവിടെ എനിക്കൊന്ന് മിക്കവാറും ആ റേഡിയനിലാക്കണം. ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല ക്വസ്റ്റ്യനിൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വ്യൂയിലേക്ക് പോകും. അത് നമുക്ക് ആദ്യം അത് ചെയ്യാതെ നോക്കാം. നമ്മളിപ്പോൾ നിങ്ങൾ കുട്ടിയാണ്, നിങ്ങളങ്ങനെ ചെയ്യണമെന്നല്ല. ഡ്രോ യൂണിറ്റ് സർക്കിൾ സെൻറ്റർഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ സർക്കിൾ ടൂൾ നിൽക്കുന്നു. സർക്കിൾ വിത്ത് സെൻറ്റർ റേഡിയസ് വേണം ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇതെടുക്കാം കോമ്പസ് ത്രൂ. ഞാൻ ഇത് നെക്കിയിട്ട് ഇത് 1 വരെ എത്തിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് നോക്കി x² + 1y² വേണം. അതാണ് യൂണിറ്റ് സർക്കിൾ. പ്ലോട്ട് ദ പോയിന്റ് എ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് നിൽക്കുന്നത് ഞാൻ ഇവിടെ പോയിന്റ് ഓൾറെഡി ആയിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി എ ആയി. ക്രിയേറ്റ് നമ്പർ സ്ലൈഡർ വിത്ത് മിനിമം 0, മാക്സിമം 2π, ഇൻക്രിമെൻറ്റ് 0.1. അപ്പോൾ നമ്മൾ സ്ലൈഡർ ഉണ്ടാക്കുന്നു. ആംഗിൾ ഒന്നല്ലല്ലോ, നമ്പർ സ്ലൈഡർ എന്ന് പറഞ്ഞാൽ എ ആണ്. മിനിമം 0, മാക്സിമം 2π 2pi എന്ന് അടിച്ചാൽ മതി. ഇൻക്രിമെൻറ്റ് 0.1. ഓക്കെ, ഇതാണ് സംഭവം. ഇതെന്താണ് ചെയ്യേണ്ടത്? ഇനി യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് നമ്മളെന്താ ചെയ്യേണ്ടത്? P is equal to റൊട്ടേറ്റ്. ഓക്കെ, അത് നമുക്ക് ചെയ്ത് റൊട്ടേറ്റ് ഓഫ് A, 0. ഓക്കെ, P is equal to റൊട്ടേറ്റ് എന്ത് ഓർഡർ ചെയ്യുന്നത്? ക്യാപിറ്റൽ A, സ്മോൾ a, 0 ആണോ O ആണോ? 0. ഓക്കെ, ഇതാണ് റൊട്ടേറ്റ്. എനിക്കൊന്ന് ആംഗിൾ ഉണ്ടാക്കാൻ തോന്നുന്നു. ഓക്കെ, അവർ തമ്മിലുള്ള ആ റൊട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തോന്നുന്നു ഈ സംഭവം. ഓക്കെ, റെഡി. ആൻഡ് പ്ലോട്ട് ദ പോയിന്റ് P ഓൺ ദ സർക്കിൾ. ഓക്കെ, P ഓൺ ദ സർക്കിൾ കിട്ടി. ഓക്കെ, ബ്യൂട്ടിഫുൾ. ആ P അവിടെ ഉണ്ട് കേട്ടോ. ഇനി എന്താണ് വേണ്ടത്? ജോയിൻ OP യൂസിങ് ലൈൻ സെഗ്മെൻറ്റ്. OP, അപ്പോൾ ലൈൻ എടുക്കുക, ലൈനിൻ്റെ ഉള്ളിൽ ലൈൻ സെഗ്മെൻറ്റ് ഉണ്ടാകും. Oയിൽ നിന്ന് Pയിലേക്ക് ഒന്ന് നോട്ട് ചെയ്യുക. OP കിട്ടി. ഓക്കെ, ഇനി ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സ് ഫോർ സ്ലൈഡർ A. അപ്പോൾ ഇൻപുട്ട് ബോക്സ് ഉണ്ട് വെക്കുക. ഈ സ്ലൈഡർ ആയിപ്പോയി. ഇവിടെ ഇട്ടേക്കുക, ഒന്നുകൂടി നിൽക്കുക. ഇൻപുട്ട് ബോക്സ് A എന്ന് കൊടുത്താൽ മതി. എയിലേക്ക് ലിങ്ക് ചെയ്യുക, കഴിഞ്ഞു. ഓക്കെ, റെഡി. ഇനി എന്താണ്? ആൻസർ ഓൺലി ദ വൺ ഓഫ് ദ മാർക്കിംഗ്. ഓക്കെ, റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ഫോളോയിങ് വാല്യൂസ് യൂസിങ് ദ സാപ്ലേറ്റ്. ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 5.2. ഓക്കെ, sin 5.2 കണ്ടുപിടിക്കണമെങ്കിൽ ഈ സർക്കിളിൽ, ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് P എടുക്കാം. ഓക്കെ, P ഞാൻ നെക്കിയിട്ട് റൈറ്റ് ക്ലിക്ക് ഞെക്കിയിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോകുന്നു. അതിൽ നെയിമും വാല്യൂയും കൊടുക്കുന്നു. അപ്പം അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണ് മക്കളെ? അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി cos x ആണ്, y കോർഡിനേറ്റ് sin x ആണ്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? അപ്പം സൈൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ A ആണ് ഇട്ട് കൊടുക്കേണ്ടത്. A എന്ന് പറയുമ്പം അവരെടുക്കുന്ന ആംഗിളാണ്. ആംഗിൾ ഇൻ നമുക്ക് 3.14. ഇത് റേഡിയനല്ല കേട്ടോ, ആംഗിൾ റേഡിയനല്ല. ഓക്കെ, ഇതുണ്ട് 3.14 എന്ന് പറയുമ്പോൾ π ആയി. ഓക്കെ, അപ്പം ഇത് 6.28. ഓക്കെ, ഇത് റേഡിയനിലാണ് സംഭവം. ഓക്കെ, ഇനി 5.28 ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ 5.2 ഇട്ട് നോക്കിയേ. 5.2 ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെന്ന്. 5.2 ശരിക്കും പറയുമ്പോൾ സൈൻ 5.2 നമ്പറാണ് ഇവർക്ക് വേണ്ടത്. നമുക്ക് നോക്കട്ടെ, വ്യൂവിൽ അഡ്വാൻസ്ഡിൽ നമ്മുടെ ഓപ്ഷൻസിൽ അഡ്വാൻസിൽ നമ്മൾ എന്തിലാണ് അപ്പോൾ ചെയ്യുന്നത്? ഡിഗ്രി റേഡിയൻ ആണെന്ന് തോന്നുന്നു ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ടീച്ചറിനോടും ഡൗട്ട് ചോദിക്കുക ഉണ്ടെങ്കിൽ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ശരിയാവേണ്ടതാണ്. 5.2 ആകുമ്പം 5.2 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ 5. സൈൻ 5.2 ഇട്ട് കൊടുക്കുമ്പോൾ ഇതെന്താ കിട്ടും? നിങ്ങൾക്ക് ഇതാണ് എടുക്കണം, -0.88 കേട്ടോ. വൈ മാർക്കിംഗ് എടുക്കണം കേട്ടോ. വൈ എന്താണ് വരുന്നത്? -0.88 ആണ് സൈൻ ഓഫ് -0.588. ഓക്കെ, സൈൻ 5.2 എന്ന് പറഞ്ഞാൽ -0.88. ഞാൻ ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് എൻ്റെ ഫോണിലും കൂടി ചെക്ക് ചെയ്യട്ടെ. നമ്മൾ എന്താണ് സൈൻ ഓഫ് 0.88 5.2
-0.88 ആണ്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഡിഗ്രിയിലാണെന്ന് തോന്നുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടീച്ചറിനോട് ചോദിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് റേഡിയലിനാണോ വേണ്ട, അങ്ങനെ റേഡിയലിനാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ മിനിമം വാല്യൂ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ മിനിമം എ സ്ലൈഡർ. ഓക്കെ, എനിക്ക് ഇനി അടുത്തത് ഇത് നിങ്ങൾക്ക് 4.5 6.2 കണ്ടുപിടിക്കാൻ പറ്റും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ്, മിനിമം വാല്യൂ ഓഫ് ദ സ്ലൈഡർ A0, ആൻസർ ദ ക്വസ്റ്റ്യൻ വിത്തൗട്ട് എഡിറ്റിംഗ് ദ സ്ലൈഡർ. ഓക്കെ, എഡിറ്റിംഗ് ദ സ്ലൈഡർ ആണ് കണ്ടുപിടിക്കുന്നത്. എനിക്ക് അപ്പോൾ ഇൻപുട്ട് ബോക്സിലായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ മിനിമം വാല്യൂ ഓഫ് ദ എ സ്ലൈഡർ. ഓക്കെ, മിനിമം ഇട്ടു. അപ്പോൾ എനിക്കൊന്ന് -4.3 കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, വിത്തൗട്ട് എഡിറ്റിംഗ് ദ സ്ലൈഡർ നമ്മൾ എഡിറ്റ് ചെയ്യുന്നില്ല. ഇതാണ് ഇൻപുട്ട് ബോക്സിൽ -4.3 ഇടാനാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. ഇൻപുട്ട് ബോക്സിൽ -4.3 ഇട്ടു, കിട്ടി. അത് ഞാൻ സ്ലൈഡർ മാറ്റിയിട്ടില്ല, സ്ലൈഡർ അവിടെയായിരുന്നു. ഓക്കെ, മാറ്റി. ഇനി എനിക്ക് വേറെ എന്തെങ്കിലും മെത്തേഡാണോ അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊന്ന് കമൻസിൽ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് കമൻസിൽ അറിയിക്കുക, നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാം. ഞാൻ സ്ലൈഡറിൽ മാറ്റിയില്ല, -1.4. ഓക്കെ, റെഡി. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു പോയിന്റ് ഡിനോട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു പോയിന്റ്, പക്ഷേ അപ്പോഴും പോയിന്റ് വരണമെന്നില്ല. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്കിപ്പം സൈൻ അല്ലേ വേണ്ടത്, സൈൻ വാല്യൂസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം A,y(p). അപ്പോൾ അങ്ങനെ ആയിരിക്കും. ഞാനൊരു പോയിന്റ് B എന്ന് എടുക്കാം. നമുക്ക് B എന്നുള്ള പോയിന്റ്, B ഈസ് ഈക്വൽ ടു, ഇപ്പോൾ സ്ലൈഡർ എന്ന് ചെയ്യേണ്ടത് A,y(p). y എടുക്കാൻ കാരണം അത് സൈൻ കോർഡിനേറ്റ്സ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ, നമുക്ക് പക്ഷെ നല്ല A മാത്രം തോന്നുന്നു. B എവിടെ പോയി? B എന്ന് പറഞ്ഞ പോയിന്റ് കാണുന്നില്ലല്ലോ. അതാ ഈ വാല്യൂ, B കിട്ടും. ഓക്കെ, അപ്പം A മാത്രം എന്നാലും അതാണ് പ്രശ്നം. ഓക്കെ, A മാറ്റിയാലേ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ A0 അല്ലേ, A0 അതാ കിട്ടും. ബേസിക്കലി ഇതാണ് സംഭവം. ഇത് നമ്മുടെ സൈൻ കോർഡിനേറ്റ്. പക്ഷേ സ്ലൈഡർ മാറ്റരുന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കൊന്ന് ഇൻപുട്ട് ബോക്സിൽ ഇടാനായിരിക്കും. ഓക്കെ, അതും കിട്ടി. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് ഓൺലി വൺ ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ സിക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതാ ഇതന്നെ നമ്മൾ പറഞ്ഞ സെയിം സംഭവം ഇതാന്ന് തോന്നുന്നു ഉദ്ദേശിക്കുന്നത് കേട്ടോ. y(p) x(p) ഒക്കെ എടുത്തിട്ട് ചെയ്യാം, അത്രയുള്ള സംഭവം. ഓക്കെ, ഇത് നോക്കിയാൽ സിക്ക് 2.5 എങ്ങനെയാണ്? സിക്ക് എന്ന് പറഞ്ഞാൽ കോസിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എസ് എന്നിടാം. ഓക്കെ, എസ് എന്നുള്ള ഇതിടാം. എസ് ഇസ് ഈക്വൽ ടു A, ഓക്കെ, A എന്നാണ് ഇവരിടുന്നത്, അത് പറയുന്നില്ല. എസ് ഇസ് ഈക്വൽ A, നമ്മളെന്താണ് വേണ്ടത്? കോസ് എന്ന് പറയുമ്പോൾ x(p), പക്ഷേ അതിൻ്റെ റെസിപ്രോക്കലാണ് സി. അപ്പോൾ 1/x(p). ഓക്കെ, അപ്പോൾ നമുക്ക് സീക്കിൻ്റെ വാല്യൂസ്, ഇതാണ് സീക്കിൻ്റെ വാല്യൂസ് കേട്ടോ. അത് വേണമെങ്കിൽ ഗ്രാഫിക്സ് ടൂൽ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് നോട്ട് ചെയ്യുന്നത് ഈ എസ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫിക്സ് ടൂൽ എടുത്തിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രാഫും കിട്ടും, അപ്പോൾ എല്ലാ വാല്യൂസും കിട്ടും. അതായിരിക്കും അവർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതുകൊണ്ടിട്ട് ഗ്രാഫിക് നമ്മൾ നേരത്തെ ചെയ്യാൻ സെയിം സാധനം. ഓക്കെ, ഗ്രാഫിക്സ് ടൂല് ഇത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതൊന്ന് വേണമെങ്കിൽ കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഞാനൊരു പരിപാടി ഞാൻ നിങ്ങൾക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു. ഞാൻ വ്യൂവിൽ പോകുന്നു, ഗ്രാഫിക് ടൂ എടുക്കുന്നു, അവിടെ നിന്ന് തൊടുന്നു, എന്നിട്ട് ഞാൻ ഇതെടുത്തിടുന്നു. ഇപ്പോൾ സീക്കിൻ്റെ ഗ്രാഫാണ് സി എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ. ഓക്കെ, ഇത് സീക്കല്ലേ, സീക്കിൻ്റെയാണ്. ഇനി എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാനൊരു ട്രേസ് ഓൺ കൊടുക്കുന്നു, ആനിമേഷൻ കൊടുക്കുന്നു, അപ്പോൾ ഗ്രാഫും കിട്ടി. ഓക്കെ, ഇപ്പോൾ സീക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് ആ സീക്കിൻ്റെ ഗ്രാഫിൽ പോയിട്ട് നോക്കാം എന്ത് വാല്യൂ കിട്ടണമെന്ന്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് ഗ്രാഫ് ഒന്ന് ആയിക്കോട്ടെ. ഓക്കെ, കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്നത്. സ്ലൈഡർ, ഇൻപുട്ട്, സർക്കിളിൻ്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്, ഒരു എക്സാമ്പിൾ കാണിച്ചാൽ അപ്പോൾ സീക്ക് എന്താണ് 2.5. നിങ്ങളിവിടെ എക്സിൽ 2.5 ഇട്ട് കൊടുത്തോ. നമ്മുടെ ഗ്രാഫ് ഇവിടെ പോയി. എനിക്ക് ചെറിയൊരു ഗ്രാഫിക്സ് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഓരോ പ്രാവശ്യം ഞാൻ 2.5ലേക്ക് സൂം ചെയ്തിട്ട്, ഓക്കെ, 2.5ലേക്ക് സൂം ചെയ്തിട്ട് ഇനി നമുക്ക് എന്താണ് ആനിമേഷൻ ഓണാക്കാം. ഓക്കെ, എനിക്കൊന്ന് സൂം ചെയ്യുമ്പോൾ ആനിമേഷൻ അങ്ങ് പോകുന്നു തോന്നുന്നു. ആനിമേഷൻ വന്നു നോക്കി. മക്കളെ 2.5 എവിടെ വരുന്നത്? 2.5 മേലെ എവിടെയല്ലേ? നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. മൂവ് ചെയ്യുമ്പോഴും പോവാം ഗ്രാഫിക്സ്. എൻ്റെ അമ്മയെ മൂവ് ചെയ്യുമ്പോഴും പോകുമല്ലോ. ഓക്കെ, എനിക്കൊന്ന് വേറെ ഏതോ വാല്യൂ വരിക. ബേസിക്കലി നിങ്ങളിവിടെ 2.5 ഇട്ട് കൊടുത്താൽ ഇതിലെന്താ വരുന്നത് നോക്കിയാൽ മതി. സിയിൽ ഇതാ -1.25. ഓക്കെ, 2.5 ഇട്ടാൽ -1.25 അങ്ങനെ കണ്ടുപിടിക്കാം. ടാൻ കണ്ടുപിടിക്കാൻ എന്താണ്? A(x). ഞാൻ പറയാം, 1 കണ്ടുപിടിക്കുകയാണെങ്കിൽ 1ൻ്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല B ആണ്. 2 കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ y/x D ആണ്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin 1/y ആണ്. ഇതാണ്. ഓക്കെ, സെറ്റാണല്ലോ. അത്രയുള്ള സംഭവം. അതോടെ ഈ ആൻസർ കഴിഞ്ഞു. ഇതാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വരുന്ന ക്വസ്റ്റിന്. 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വേഗം പറഞ്ഞുതരാം. നമ്മൾ ഇത്രയും ചെയ്തൊക്കെ സെയിം സ്റ്റെപ്പുകൾ. കോസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ, എക്സ് കോർഡിനേറ്റ്. ഇത് വൈ കോർഡിനേറ്റ് നിങ്ങൾ ഗ്രാഫാണ് പ്ലോട്ട് ചെയ്തിട്ട്. സീക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 1/x, ടാൻ കണ്ടുപിടിക്കണമെങ്കിൽ y/x, കൊസീക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 1/y. ഓക്കെ, ഇത്രയുള്ള സംഭവം. അതോടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ 1, 2, 3, 4 ലാബുകൾ കഴിഞ്ഞിരിക്കുകയാണ് മക്കളെ.
അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മക്കൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് മക്കൾ ഇത് ചെയ്യുന്നത്, വേറെ നിങ്ങൾ ടീച്ചേഴ്സ് കഷ്ടപ്പെട്ട് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ലാബ് നമ്പേഴ്സ് 1 2 3 4 നിങ്ങൾക്ക് സെറ്റായി. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണം, വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാൻ വിളിക്കാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അവസാനം വരെ കണ്ട നിങ്ങൾക്ക് അടിപൊളി മാർക്സ് കിട്ടട്ടെ എന്ന് വിശ്വസിക്കുന്നതല്ല, ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ദിവസം കാണാം.